ഞാൻ വരുന്നേ ഉള്ളൂ. ഓക്കെ. സോ നമ്മൾ ഇന്നലെ നോക്കിക്കൊണ്ടിരുന്ന എന്താ? സൂയിസൈഡ് അല്ലേ? ഓക്കെ. നമ്മൾ സൂയിസൈഡിനെ പറ്റി പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു എന്താണ് സൂയിസൈഡ്? ബേസിക്കലി സൂയിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റോ ഇൻഡയറക്റ്റോ അല്ലെ പോസിറ്റീവ് നെഗറ്റീവ് ആക്ഷനിലോട് കൂടിയിട്ട് സ്വയം ലൈഫ് എടുക്കുന്നതാണ് സൂയിസൈഡ് എന്ന് പറഞ്ഞു. അപ്പൊ സൂയിസൈഡ് പഠിക്കാൻ വേണ്ടിയിട്ട് ഡർക്കെയിം ബേസിക്കലി യൂസ് ചെയ്തിട്ടുണ്ടാവും എന്താണ്, സയന്റിഫിക് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. സയൻസിന്റെ സയന്റിഫിക് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുക. 2-3 കാര്യങ്ങൾക്കായിരുന്നു സൂയിസൈഡിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 കാര്യങ്ങളായിരുന്നു സൂയിസൈഡിൽ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ ഓഫ് ഹൈപ്പോത്തിസിസ്? എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ? ഒന്ന്, കൺട്രി ടു കൺട്രി എന്ത് ചെയ്യുന്നുണ്ട്, സൂയിസൈഡ് റേറ്റ് വേരി ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കൺട്രി ടു കൺട്രി വൈ സൂയിസൈഡ് റേറ്റ് വേരിങ് അല്ലെ? സൂയിസൈഡ് റേറ്റ്. രണ്ടോ, ഓരോ സോഷ്യൽ ഗ്രൂപ്പിന്റെ ഇടയിലും സൂയിസൈഡ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട് കാര്യം പറഞ്ഞു. പിന്നെയോ ചില സൂയിസൈഡ് കൺട്രി സ്ഥലങ്ങളിൽ എന്താണ് സൂയിസൈഡ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ വൈ സൂയിസൈഡ് ഈസ് കോൺസ്റ്റന്റ് ഇൻ സം അതർ കൺട്രീസ്. സോ ഈ രീതിയിൽ 3 തരം റിസർച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉള്ള കാര്യം നമ്മൾ പറഞ്ഞില്ലേ. അതിന്റെ ബേസിൽ എന്ത് ചെയ്തു എന്തുകൊണ്ടാണ് ഇത് വേരി ചെയ്യുന്നത് നോക്കാൻ കാരണം ഓരോ രാജ്യത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സൂയിസൈഡ് റേറ്റ് ഡിഫറെന്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം ഇതിനു വേണ്ടിയിട്ട് സയന്റിഫിക് ആയിട്ട് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ഡർക്കെയിം ചെയ്തത് എന്താണ്, ഡർക്കെയിം ചെയ്തത് ഇതിന്റെ ഡാറ്റ കളക്ട് ചെയ്തു അല്ലെ? എവിടെയുള്ള ഡാറ്റ കളക്ട് ചെയ്ത? പോലീസ് സ്റ്റേഷനിലുള്ള ഡാറ്റ കളക്ട് ചെയ്ത് ഒരു 26,000 കേസസ് കളക്ട് ചെയ്തിട്ട് ഇതിനെ പഠിക്കാനാണ് തീരുമാനിച്ചത്. ഒരു സോഷ്യോളജിസ്റ്റ് എങ്ങനെയാണ് സോഷ്യോളജി പഠിക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ട് ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഏത് ചാപ്റ്ററിൽ അത് കണ്ടത്? ഡർക്കെയിം തന്നെ പറഞ്ഞിട്ടുണ്ട് സോഷ്യോളജി സ്റ്റഡി നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? സൂയിസൈഡിന് മുന്നേ നമ്മൾ പഠിച്ച കാര്യം എന്തൊക്കെയാ? ഇറ്റ് ഷുഡ് ബി കൺസിഡർ ആസ് എ സോഷ്യൽ ഫാക്ടിനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി കൺസിഡർ ആസ് എ തിങ് ആയിട്ട് കൺസിഡർ ചെയ്യണം നമ്മൾ പറഞ്ഞു അല്ലെ? സോ ആദ്യം തന്നെ ഡർക്കെയിം എന്ത് ചെയ്തിട്ടുണ്ടാവും, സൂയിസൈഡ് പഠിക്കാൻ വേണ്ടിയിട്ട് സൂയിസൈഡിനെയാണോ സൂയിസൈഡ് റേറ്റിനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക? സൂയിസൈഡ് റേറ്റിനെ ആയിരിക്കും. സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നു. സൂയിസൈഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടോട്ടൽ എക്കണോമിയിൽ എത്ര ആളുകൾ എത്ര പേര് സൂയിസൈഡ് ചെയ്യുന്നു എന്നുള്ളതല്ലേ? അപ്പൊ ഡർക്കെയിം പഠിച്ചത് എന്താണ്, സൂയിസൈഡ് റേറ്റ് ആണ്. ഇനി ഇതെന്ത് ചെയ്യണം, ഡർക്കെയിം ആദ്യം തന്നെ എന്ത് ചെയ്തു, ഇതിനെ ഇറ്റ് ഷുഡ് ബി കൺസിഡർ ആസ് എ സോഷ്യൽ ഫാക്ട്. അപ്പൊ സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്? സൂയിസൈഡ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ ഫാക്ട് ആണ് വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് അല്ലെ, എക്സ്റ്റേണൽ ടു ഇൻഡിവിജ്വൽ ആണ്. ഇതെന്താണ്, ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡർക്കെയിം പഠിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ സൂയിസൈഡിനെ പഠിക്കുന്നോണ്ട് ഇറ്റ് ഷുഡ് ബി കൺസിഡർ ആസ് എന്തായിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് ഡർക്കെയിം പറഞ്ഞിട്ടുള്ളത്? ഇഫ് യു ആർ സ്റ്റഡിങ് സൂയിസൈഡിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ഫസ്റ്റ് തിയറി, ഇറ്റ് ഷുഡ് ബി കൺസിഡർ ആസ് എ തിങ് അല്ലെ? സൂയിസൈഡ് റേറ്റ് എന്നല്ല, അല്ലെങ്കിൽ സൂയിസൈഡ് റേറ്റ് എന്ത് കാണണം, ഇതൊരു തിങ് ആയിട്ട് കാണണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വരാൻ പാടില്ല, നമ്മൾ ഈ പഠനത്തിൽ ആരുടെ എന്ത് വരാൻ പാടില്ല, വാല്യൂസ് ഇമോഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പഠനത്തെ ബാധിക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി കൺസിഡർ ആസ് എ തിങ്. സോ ഫസ്റ്റ് ഡർക്കെയിം എന്ത് ചെയ്തു, ഇതിനെ ഒരു തിങ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഒന്ന് അതിനെ തിങ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ നോക്കുക, ഓരോ സൊസൈറ്റിയിലും അല്ലെ സൂയിസൈഡ് റേറ്റിന്റെ എന്ത് ചെയ്യും, ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്, ഇമോഷണലി കണക്ട് അല്ലാതെ നോക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, വൺസ് ഇതിനെ തിങ് ആയിട്ട് ഒരു സാധനത്തിനെ സോഷ്യൽ ഫാക്ട് ആക്കി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഇനി സ്റ്റഡി നടത്തണം എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ സോഷ്യൽ ഫാക്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചില്ലേ, അതിനകത്തുള്ള സ്റ്റെപ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. രണ്ടാമത് എന്തായിരിക്കും ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം, സോഷ്യൽ ഫാക്ട് കണ്ടുപിടിച്ചു, അതിനൊരു തിങ് ആയിട്ട് കൺസിഡർ ചെയ്തു, ക്ലാസിഫൈ ചെയ്യണം. എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം, നോർമൽ ആൻഡ് പാത്തോളജിക്കൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. സോ he started classifying suicide into രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് നോർമൽ സൂയിസൈഡ് റേറ്റും, രണ്ട് പാത്തോളജിക്കൽ സൂയിസൈഡ് റേറ്റും. ഇനി വാട്ട് ഈസ് നോർമൽ സൂയിസൈഡ് റേറ്റ്? നോർമലി എല്ലാ സ്ഥലങ്ങളിലും എന്താണ്, ഒരു ജനറലി ഒരു സാധാ സൊസൈറ്റിയിൽ എങ്ങനെ എന്തുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈം ആയിട്ട് എന്ത് ചെയ്യുന്നു, സൂയിസൈഡ് പോകുന്നതിനെയാണ് നോർമൽ സൂയിസൈഡ് എന്ന് പറയുന്നത്. ബേസിക്കലി എന്താണ്, ബിഫോർ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് അല്ലെ ബിഫോർ ഫ്രഞ്ച് റവല്യൂഷന് മുന്നേ സൊസൈറ്റിയിൽ സൂയിസൈഡ് എന്തായിരുന്നു, കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അപ്പം ഫ്രഞ്ച് റവല്യൂഷന്റെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം സൂയിസൈഡ് എന്ത് ചെയ്യാൻ തുടങ്ങി,
കൂടുതലായിട്ട് കാണാൻ തുടങ്ങി. ഈ കൂടിയതിനെയാണ് ഡർക്കെയിം എന്ത് വിളിക്കുന്നത്? പാത്തോളജിക്കൽ എന്ന് പറയുന്നത്. ബിഫോർ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അല്ലെങ്കിൽ ബിഫോർ നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനിലും സൂയിസൈഡ് റേറ്റ് എന്തായിരുന്നു? ഇവിടെ ബേസിക്കലി സൂയിസൈഡ് റേറ്റ് കുറവായിരുന്നു ബിഫോർ സൊസൈറ്റി. ഇവിടെ എന്തായിരുന്നു? സൂയിസൈഡ് റേറ്റ് പെട്ടെന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ നടന്ന എന്ത് സംഭവിച്ചു? സൂയിസൈഡ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടി. സോ സൂയിസൈഡിനെ എന്ത് ചെയ്തു? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. സൂയിസൈഡ് റേറ്റിനെ നോർമൽ സൂയിസൈഡ് റേറ്റ് എന്നും പാത്തോളജിക്കൽ സൂയിസൈഡ് റേറ്റ് എന്നും പറഞ്ഞു അല്ലെ? സോ പാത്തോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് പാത്തോളജിക്കൽ? ഒരു സ്റ്റാൻഡേർഡ് റേറ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതാണ്. ഡീവിയേഷൻ ഫ്രം സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാത്തോളജിക്കൽ സൂസൈഡ് എന്ന് പറയാം. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഈ ക്ലാസിഫിക്കേഷന് ശേഷം സൊസൈറ്റിയെ കമ്പാരിസണിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം അല്ലെ? എങ്ങനെയൊക്കെ സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? സൊസൈറ്റി രണ്ട് തരമില്ലേ? സിമ്പിൾ സൊസൈറ്റിയും സിമ്പിൾ കോംപ്ലക്സ്. സിമ്പിൾ സൊസൈറ്റിയും അതുപോലെ കോംപ്ലക്സ് സൊസൈറ്റി. സിമ്പിൾ സൊസൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലെ? അല്ലെങ്കിൽ ആഫ്റ്റർ സൊസൈറ്റി ആഫ്റ്റർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന സൊസൈറ്റിയാണ് കോംപ്ലക്സ് സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലെ? സോ ഇങ്ങനെ രണ്ട് സൊസൈറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇതിൽ ഏത് സൊസൈറ്റിയിലായിരിക്കും കൊഹഷൻ കൂടുതലായിട്ട് ഉണ്ടാവുക ആളുകൾ തമ്മിലുള്ള? സിമ്പിൾ സൊസൈറ്റിയിൽ നമുക്ക് എന്ത് കാണും? ഡർക്കെയിം കണ്ടു, ദർ ഈസ് എ ഹയർ കോഷൻ അല്ലെ? കോഷൻ എന്താണ്? സിമ്പിൾ സൊസൈറ്റിയിൽ കൂടുതലാണ്. ഇവിടെ എന്താണ്? കോഷൻ കുറവാണ്. അപ്പം ഈ സൊസൈറ്റിയിൽ സിമ്പിൾ സൊസൈറ്റിയിൽ അതേപോലെ തന്നെ എന്ത് കാണാൻ പറ്റി? ഡർക്കെയിം നോക്കുമ്പം രണ്ട് ഫോഴ്സസ് ഓഫ് എന്തുണ്ട്? മെറ്റീരിയൽ ഫോഴ്സസ് ഓഫ് ഇന്റഗ്രേഷനും ഉണ്ട്, റെഗുലേഷനും ഉണ്ട്. അപ്പം സോഷ്യൽ ഇന്റഗ്രേഷൻ ഇവിടെ കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. സോഷ്യൽ റെഗുലേഷൻ ഇവിടെ എന്തായിരുന്നു? കൂടുതലാണ്. ബട്ട് ത്രൂ മോഡേണൈസേഷൻ എന്ത് സംഭവിച്ചു? മോഡേണൈസേഷൻ സംഭവിച്ചതാണ് ഈ സൊസൈറ്റി മാറി അല്ലെ? സിമ്പിൾ സൊസൈറ്റി എന്തായി മാറി? കോംപ്ലക്സ് സൊസൈറ്റി ആയി മാറി. മോഡേണൈസേഷന്റെ പ്രോസസ്സിൽ എന്താ സംഭവിച്ചത്? ഇൻഡിവിജ്വലിസ്റ്റിക് സാധനങ്ങളെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ സോഷ്യൽ റെഗുലേഷൻ എന്ത് ചെയ്തു? കുറഞ്ഞു. സോഷ്യൽ ഇന്റഗ്രേഷനും കുറഞ്ഞു. സോ സോഷ്യൽ റെഗുലേഷനും സോഷ്യൽ ഇന്റഗ്രേഷനും രണ്ട് സൊസൈറ്റിയിലും കുറഞ്ഞായിട്ട് കാണാം. അപ്പൊ സിമ്പിൾ സൊസൈറ്റി ഉണ്ട്, കോംപ്ലക്സ് സൊസൈറ്റി ഉണ്ട്. സിമ്പിൾ സൊസൈറ്റിയിൽ എന്ത് ചെയ്തു? കോഷൻസ് കൂടുതലാണ്. ഇപ്പൊ ഗ്രാമത്തിൽ എന്തായിരിക്കും? പുറത്ത് തമ്മിൽ റൂറൽ ഏരിയാസിൽ ആളുകൾ തമ്മിലുള്ള ബന്ധം ഭയങ്കര കൂടുതലല്ലേ? കമ്മ്യൂണിറ്റി സെന്റിമെന്റ് എന്തായിരിക്കും? ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നമുക്ക് ആ നാട്ടിലുള്ള എല്ലാ ആളുകളെയും പരിചയം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളിപ്പോ തിരുവനന്തപുരത്ത് നിൽക്കുന്നതിന്റെ ഒരു 100 മീറ്റർ പോട്ടെ, എല്ലാ തൊട്ടടുത്ത വീടുകളും അല്ലെങ്കിൽ ഒരു വീട് അപ്പുറമുള്ള വീട് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുണ്ടാവില്ല? ശരിക്കും പരിചയം ഉണ്ടാവണമെന്ന് ഉറപ്പില്ല. നമുക്ക് അറിയുണ്ടാവില്ല അവിടെ ആരാ താമസിക്കുന്നത്. നമ്മൾ കാണാറുണ്ടെന്നല്ലാതെ നമ്മൾ തമ്മിൽ അങ്ങനെ ഡെയിലി സംസാരിക്കുകയോ അല്ലെങ്കിൽ കാണുമ്പോൾ കൈപൊക്കി കാണിക്കില്ല. പക്ഷെ റൂറൽ ഏരിയയിലാണെങ്കിലോ നമ്മൾ പറയില്ലേ, എല്ലാവരും ആര് വന്നാലും പോയാലും അതിലെ പോയാലും അവിടെയുള്ള കാരണവന്മാർ അറിഞ്ഞിരിക്കും. ഓക്കെ, CCTV പോലെ എന്തായാലും 24 മണിക്കൂർ എല്ലാവരുടെ കാര്യം എന്ത് ചെയ്യും? ആ കമ്മ്യൂണിറ്റിയുള്ള ആളുകൾ എല്ലാവരും അറിയുന്നുള്ളതാണ്. അപ്പം റൂറൽ സൊസൈറ്റിയിൽ എന്തായിരിക്കും? കുറച്ചുകൂടി നമുക്ക് ഇന്റഗ്രേഷൻ എന്തായിരിക്കും? കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ആളുകൾ തമ്മിലുള്ള കണക്ഷൻസ് എന്തായിരിക്കും? റൂറൽ സൊസൈറ്റിയിൽ കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ റൂറൽ സൊസൈറ്റിയിൽ എന്തായിരിക്കും? സിമ്പിൾ സൊസൈറ്റിയിൽ സൂയിസൈഡ് റേറ്റ് കൂടുതലായിരിക്കും കുറവായിരിക്കോ? സിമ്പിൾ സൊസൈറ്റിയിൽ സൂയിസൈഡ് റേറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. മോഡേൺ സൊസൈറ്റിയിൽ എന്തായിരിക്കും? സൂയിസൈഡ് റേറ്റ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഡർക്കെയിം പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എന്താണ് സൂയിസൈഡ്? അതിനൊരു തിങ് ആയിട്ട് കൺസിഡർ ചെയ്തു. നോർമൽ സൂയിസൈഡ് ഉണ്ടാക്കി, സൂയിസൈഡ് റേറ്റും പാത്തോളജിക്കൽ സൂയിസൈഡ് റേറ്റ് കണ്ടുപിടിച്ചു. നോർമലും പാത്തോളജിക്കും എന്താണെന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതിൽ നിന്ന് എന്ത് ചെയ്തു? സൊസൈറ്റി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് സിമ്പിൾ സൊസൈറ്റി ആയിട്ടും രണ്ട് കോംപ്ലക്സ് സൊസൈറ്റി ആയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തു. എന്നിട്ട് ഈ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൂയിസൈഡുകൾ കണ്ടെത്തുകയാണ് അല്ലെ? സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൂയിസൈഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ടൈപ്പ് ഓഫ് സൂയിസൈഡ് കണ്ടെത്തി. ഇതിന്റെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? ഇന്റഗ്രേഷനും ഇവിടെ എന്താണ്? ഹൈ ഡിഗ്രി ഓഫ് ഇന്റഗ്രേഷൻ വരും. ഇവിടെ എന്താണ്? ഹൈ റെഗുലേഷൻ. സോഷ്യൽ റെഗുലേഷൻ എന്താണ്? ഇവിടെ കൂടുതലാണ്. ഹൈ ഇന്റഗ്രേഷൻ നടക്കുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് സൂയിസൈഡ് വരും? ഓൾട്രോയിസ്റ്റിക്. ഇവിടെയോ ഫാറ്റലിസ്റ്റിക് സൂയിസൈഡ് അല്ലെ? ഇവിടെയോ ഈഗോയിസ്റ്റിക്. ഇവിടെയാണെങ്കിലോ ഇവിടെ സോഷ്യൽ റെഗുലേഷൻ എന്താണ്? ഇവിടെ കുറവാണ്. ഇവിടെ സോഷ്യൽ ഇന്റഗ്രേഷൻ എന്താണ്? കുറവാണ്. Then Durkheim found that
ഈ റൂറൽ ഏരിയയിൽ എന്താണുള്ളത്? ഇന്റഗ്രേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കില്ലേ? റെഗുലേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ റൂറൽ ഏരിയയിൽ സോഷ്യൽ ഇന്റഗ്രേഷനും ഹൈ ആയിരിക്കും, സോഷ്യൽ റെഗുലേഷനും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. രണ്ടും ഹൈ ആയിരിക്കും. സോ റൂറൽ ഏരിയയിൽ, ഈ ഏരിയയിൽ നടക്കുന്ന സൂയിസൈഡുകൾ എന്ത് ടൈപ്പ് സൂയിസൈഡ് ആയിരിക്കും? ഇത് രണ്ടും ഏത് ഏരിയയിലായിരിക്കും നടക്കുന്നത്? റൂറൽ ഏരിയയിലായിരിക്കും. അതായത് അൾട്രോയിസ്റ്റിക് സൂയിസൈഡും അതേപോലെ തന്നെ ഫാറ്റലിക് സൂയിസൈഡും എന്താണ്? റൂറൽ ഏരിയയിൽ നടക്കുന്ന സൂയിസൈഡാണ്. നമുക്ക് മനസ്സിലായി. കാരണം ഇതെന്ത് രണ്ടും എന്താണ്? ഹൈ ഇന്റഗ്രേഷൻ, ഹൈ റെഗുലേഷൻ കൂടുതൽ എവിടെയാണ്? റൂറൽ ഏരിയയിലാണ്. അപ്പൊ റൂറൽ ഏരിയയിൽ ഓൾട്രോയിസ്റ്റിക് ആൻഡ് ഫാറ്റലിസ്റ്റിക് സൂയിസൈഡ് ഉണ്ടാവും. മോഡേൺ ഏരിയയിൽ എന്ത് നടക്കും? മോഡേൺ സൊസൈറ്റിയിൽ ഇൻഡിവിജ്വലിസം കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സൊസൈറ്റിയിൽ എന്ത് ചെയ്യും? അനോമിക് സൂയിസൈഡ് ആയ അനോമിക്കും അതേപോലെ തന്നെ ഫാറ്റലിക് സൂയിസൈഡ് ഈഗോയിസ്റ്റിക് സൂയിസൈഡും ആയിരിക്കും എന്ത് ചെയ്യുക? ഇവിടെ നടക്കുക. ഇങ്ങനെ സൂയിസൈഡിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 4ആയിട്ട് ഡർക്കെയിം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ മോഡേൺ സൊസൈറ്റി നടക്കുന്ന എന്താ? 2 തരം സൂയിസൈഡുകളാണ്. ഒന്ന് അനോമിക്കും, ഒന്ന് ഈഗോയിസ്റ്റിക്കും കോംപ്ലക്സ് സൊസൈറ്റിയിൽ. അല്ലെങ്കിൽ ട്രഡീഷണൽ സൊസൈറ്റിയിൽ എന്താണ്? അൾട്രോയിസ്റ്റ് സൂയിസൈഡും ഫാറ്റലിക് സൂയിസൈഡും ആയിരിക്കും ട്രഡീഷണൽ സൊസൈറ്റിയിൽ നടക്കുക എന്നുള്ളത് നമ്മൾ കണ്ടെത്തി. ഇനി ഡർക്കെയിം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓരോ സൊസൈറ്റിയിൽ എന്തൊരു സിമ്പിൾ സൊസൈറ്റിയിൽ എന്തായിരിക്കും? സൂയിസൈഡ് കൂടുതലായിരിക്കും കുറവായിരിക്കോ? സിമ്പിൾ സൊസൈറ്റി കുറവല്ലേ? കാരണം ആളുകൾ തമ്മിൽ ഇന്റഗ്രേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അവിടെ ആകെ നടക്കുന്ന സൂയിസൈഡ് കൂടുതൽ എന്താണ്? അൾട്രോയിസ്റ്റിക് ആയിട്ടുള്ള സൂയിസൈഡും ഫാറ്റലിക് സൂയിസൈഡും ആണ്. അതേപോലെ തന്നെ കോംപ്ലക്സ് സൊസൈറ്റിയിൽ എന്തായിരിക്കും? സൂയിസൈഡ് കൂടുതലാണ്, പക്ഷെ കൂടുതൽ അനോമിക് ആൻഡ് ഈഗോയിസ്റ്റിക് സൂയിസൈഡ് ആണ് കൂടുതലായിട്ട് ഇവിടെ മോഡേൺ സൊസൈറ്റിയിൽ നടക്കുക. ഇനി ഓരോ സൊസൈറ്റിയിലും എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെന്റ് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നുള്ള കാര്യവും ഡർക്കെയിം നോക്കുന്നില്ലേ? ഡർക്കെയിം ഓരോ സോഷ്യൽ ഗ്രൂപ്പിൽ എങ്ങനെയാണ് സൂയിസൈഡ് മാറുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്. എന്താ സാധനം വരുന്നല്ലേ? തൊട്ടാ പ്രശ്നമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂയിസൈഡ് റേറ്റ് ഹൈ, സൂയിസൈഡ് റേറ്റ് ലോ. ഇപ്പം റിലീജിയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂയിസൈഡ് റേറ്റ് കൂടുതൽ ഇതിനകത്തായിരിക്കും. ഏത് ടൈപ്പ് ഓഫ് റിലീജിയനിലായിരിക്കും? കാത്തലിക്സിലായിരിക്കോ പ്രൊട്ടസ്റ്റന്റിലായിരിക്കോ? സൂയിസൈഡ് റേറ്റ് കൂടുതൽ പ്രൊട്ടസ്റ്റന്റിലായിരിക്കും. ഇതിൽ നോക്കുവാണെങ്കിലോ കാത്തലിക്സ് എന്തായിരിക്കും? കാത്തലിക്സ് കുറവായിരിക്കും. ഓക്കെ, അടുത്ത സോഷ്യൽ ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എടുക്കുകയാണെങ്കിൽ സൂയിസൈഡ് റേറ്റ് കൂടുതൽ ആരെയായിരിക്കും? സിംഗിൾ ആണോ മാരീഡിലാണോ? സിംഗിള് കൂടുതലായിരിക്കും, മാരീഡിലായിരിക്കും കുറവുണ്ടാവുക. ഓക്കെ, ഇനി വെൽത്ത് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിലോ റിച്ച് ആയിരിക്കും പൂർ ആയിരിക്കും ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുക? റിച്ച് ആയിരിക്കും പൂർ ആയിരിക്കോ? റിച്ച് ആയിരിക്കും എന്ത് ചെയ്യുക? ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുക. പൂർ എന്തായിരിക്കും? സൂയിസൈഡ് കുറവായിരിക്കും അല്ലെ? നിങ്ങൾ നോക്കിയാൽ കൂടുതൽ ആളുകൾ റിച്ച് ആയ ആളുകളായിരിക്കും സൂയിസൈഡ് ചെയ്ത. 100 പവനൊക്കെ കൊടുക്കാനുള്ളവനൊക്കെ ആയിരിക്കും സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും കൂടുതലും. നാഷണൽ സ്റ്റാറ്റസ് ഫോർ എക്സാമ്പിൾ, ഒരു രാജ്യം വാറിലുള്ളപ്പോഴാണോ കൂടുതൽ ആളുകൾ സൂയിസൈഡ് ചെയ്യുക, അതോ ആ രാജ്യം പീസ്ഫുൾ ആയിരിക്കുമ്പോഴാണോ കൂടുതൽ ആളുകൾ സൂയിസൈഡ് ചെയ്യുക? ഒരു രാജ്യം വാറിലുള്ള സമയത്താണ് ആളുകൾ സൂയിസൈഡ് ചെയ്യുക, അതോ പീസ്ഫുൾ ആയിട്ടിരിക്കുമ്പോഴാണോ ആളുകൾ കൂടുതൽ സൂയിസൈഡ് ചെയ്യുക? വാറാണോ പീസാണോ? വാറാന്ന് പറയുന്നവര് നീ വാറാ, പീസ്ഫുൾ ഇല്ല. വാറാന്ന് പറയുന്നത് എത്ര ഉണ്ട്? വാറ്. നീയോ? അറിയില്ല. ഓൺലൈൻ വാറിലാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുക, അതോ പീസിലാണ് സൂയിസൈഡ് ചെയ്യുക? അത് വെച്ചിട്ട് സൂയിസൈഡ് പീസിലിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുക? ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സൂയിസൈഡ് ചെയ്യുക. വാറുള്ള സമയത്ത് സൂയിസൈഡ് എന്തായിരിക്കും? ആ രാജ്യത്ത് കുറവായിരിക്കും. മിണ്ടായിരുന്നോടെ. അപ്പൊ ഓട്ടോമാറ്റിക് പീസിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ റിലീജിയൻ നോക്കുവാണെങ്കിൽ പ്രൊട്ടസ്റ്റന്റിലാണ് കൂടുതൽ അവര് സൂയിസൈഡ് ചെയ്യാന്ന് കണ്ടു. അതേപോലെ തന്നെ എന്താണ്? കാത്തലിക്സിലാണ് സൂയിസൈഡ് കുറവെന്ന് കണ്ടു. എന്തുകൊണ്ടായിരിക്കും പ്രൊട്ടസ്റ്റന്റിൽ കൂടുതൽ ആളുകൾ സൂയിസൈഡ് ചെയ്യാൻ കാരണം? എന്താണ് സൂയിസൈഡിന് ഫാക്ടറിന്? രണ്ട് ഫോഴ്സസ് എന്തൊക്കെയാണ്? ഒന്ന് സോഷ്യൽ ഇന്റഗ്രേഷനും
ഒന്ന് സോഷ്യൽ റെഗുലേഷനും. അപ്പൊ പറയുന്നു പ്രൊട്ടസ്റ്റന്റ് റിലീജിയനിലാണ് കൂടുതൽ ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നത്, കാത്തലിക് റിലീജിയനിൽ ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും എന്ന് പറഞ്ഞു. കാരണം പ്രൊട്ടസ്റ്റന്റ് റിലീജിയനിൽ സോഷ്യൽ ഇന്റഗ്രേഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം എന്താ, ഇവിടെ സോഷ്യൽ ഇന്റഗ്രേഷൻ കുറവായിരിക്കും. പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, കാത്തലിക്സ് ആണ് മെയിൻ റിലീജിയൻ, അതിൽ നിന്ന് എന്ത് ചെയ്തു, അതിൽ നിന്നും വരുന്ന ഒരു മൈനോറിറ്റി ഗ്രൂപ്പാണ് പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ മജോറിറ്റി ആരായിരിക്കും, കാത്തലിക്സ് ആയിരിക്കും. അപ്പൊ മൈനോറിറ്റി ആയതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യില്ല, ഇവർക്ക് ആകെ കുറച്ച് ചെറിയ കമ്മ്യൂണിറ്റി മാത്രമേ, സൊസൈറ്റി ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, വെൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടില്ല. അവരെന്ത് ചെയ്യുന്നു, വളരെ കുറച്ച് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ കാത്തലിക് റിലീജിയൻ എന്തിൽ വിശ്വസിക്കുന്നുണ്ട്, കളക്ടിവിറ്റിയിലാണ്, കമ്മ്യൂണിറ്റി കളക്ടിവിറ്റിയിലാണ് കാത്തലിക് റിലീജിയൻ വിശ്വസിക്കുന്നത്. എപ്പോഴും ഇവർക്ക് ഹോളിഡേ ആയിരിക്കും. ഇവര് മാസ് പ്രയറിനെയാണ് എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. അപ്പം എല്ലാ സൺഡേ മാസ് ഉണ്ടാവും, എല്ലാ പരിപാടിക്കും ഇവർക്ക് മാസ് ഉണ്ടാവും. അപ്പൊ മാസ് പ്രയർ ആയിരിക്കും കാത്തലിക് റിലീജിയനിൽ കൂടുതൽ ഉണ്ടാവുക. അതിന്റെ ഗുണം എന്താണ്, ആളുകൾ തമ്മിലുള്ള കണക്ഷൻ എന്തായിരിക്കും, സോഷ്യൽ ഇന്റഗ്രേഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോഷ്യൽ റെഗുലേഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. പക്ഷെ പ്രൊട്ടസ്റ്റന്റ് കാത്തലിക്സിനെ സംബന്ധിച്ചോളം പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, കൈൻഡ് ഓഫ് സിന്നാണ്. കൂടുതൽ വെൽത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സിന്നാണ്. പക്ഷെ പ്രൊട്ടസ്റ്റന്റില് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബ്ലെസ്സിങ് ആണ്. അതായത് ദിസ് വേൾഡ്ലി സക്സസ് എന്ന് പറയുന്നത് എന്താണ്, ദൈവം നമ്മളെ ചൂസ് ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണ്. കാത്തലിക്സിലോ ഈ വേൾഡിലെ സക്സസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അതർ വേൾഡ്ലി സക്സസ് ആണ്. നമ്മൾ മരിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ജീവിതം അല്ലെ, ഇന്നത്തെ ബുദ്ധിമുട്ടൊക്കെ നാളെ എന്താണ്, കർത്താവ് സ്വർഗം തരാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് കാത്തലിക്സ് വിശ്വസിക്കുക. അപ്പൊ ഇന്നത്തെ സഫറിങ് എന്തിന്റെ ഭാഗമാണ്, ദൈവം ടെസ്റ്റ് ചെയ്യുന്നതിന്റെയാണ്. പക്ഷെ പ്രൊട്ടസ്റ്റന്റിലാണെങ്കിലോ ഇവിടെ വെൽത്ത് തരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പ്രോഫിറ്റ് സിന്നല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് വരും, കൂടുതൽ ആളുകൾ പ്രോഫിറ്റ് ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ ആളുകൾ ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ ഇവരെന്താണ്, സോഷ്യലി വളരെ ഇന്റഗ്രേറ്റഡ് അല്ല. അപ്പൊ പ്രോഫിറ്റ് സിന്നാണ് കാത്തലിക് എങ്കിൽ ഇവിടെ എന്താണ്, പ്രൊട്ടസ്റ്റന്റിൽ എന്താണ്, പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പൊ കൂടുതൽ ആളുകൾ എന്തെങ്കിലും കൺസ്യൂമറിസം പോകുമ്പോൾ മെറ്റീരിയൽ ഇൻട്രസ്റ്റ് എവിടെയായിരിക്കും കൂടുതൽ ഉണ്ടാവുക, പ്രൊട്ടസ്റ്റന്റിലല്ലേ. കാരണം അവിടെ പ്രോഫിറ്റ് സിന്നല്ല. അപ്പൊ കൂടുതൽ ആളുകൾ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ മെറ്റീരിയലിസം കൾച്ചർ വരുന്നത് എവിടെയാണ്, പ്രൊട്ടസ്റ്റന്റിലാണ് കൂടുതലായിട്ട് വരിക. അപ്പൊ ഓട്ടോമാറ്റിക്കലി സോഷ്യൽ ഇന്റഗ്രേഷൻ കുറവായിരിക്കും. ബന്ധങ്ങളെക്കാട്ടും കൂടുതൽ വാല്യൂ എന്തിനായിരിക്കും, മണിക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സൂയിസൈഡ് റേറ്റ് കൂടാനുള്ള ചാൻസ് എവിടെയായിരിക്കും കൂടുതൽ, പ്രൊട്ടസ്റ്റന്റ് ഇടയിൽ സൂയിസൈഡ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. കാരണം അവിടെ ഇൻഡിവിജ്വാലിറ്റി ആണ് കൂടുതലുള്ളത്. കാത്തലിക്സിൽ കുറച്ചുകൂടി കളക്ടിവിറ്റി, കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള റിലീജിയൻ ആണ് കാത്തലിക്സ്. അപ്പൊ കാത്തലിക്സിൽ കുറച്ചുകൂടി എന്താണ്, ഹോളി മാസ് ഒക്കെ വരുമ്പോൾ എപ്പോഴും ഇവർക്ക് എന്നും ഹോളിഡേസ് ആണ്. ഈ ഹോളിഡേ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ എവിടുന്നാണ് വരുന്നത്, കാത്തലിക്സിന്റെ ഹോളിഡേസ് നിന്നാണ് വരുന്നത്. എന്നും എന്താണ്, ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുള്ളതാണ്. പക്ഷെ ഇവരെന്താണ്, പ്രൊട്ടസ്റ്റന്റിനെ സംബന്ധിച്ചോളം ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് ഈസ് വർഷിപ്പ് എന്നാണ് പ്രൊട്ടസ്റ്റന്റ് പറയുന്നത്. നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെന്താണ്, ദൈവത്തിനോടുള്ള ആരാധന എന്നുള്ള രീതിയിലാണ് പ്രൊട്ടസ്റ്റന്റ് ആണെന്ന്. അതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് ഇടയിൽ സോഷ്യൽ ഇന്റഗ്രേഷൻ കുറവായിരിക്കും. ബിക്കോസ് ദേ ആർ എ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ്. പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഗ്രൂപ്പിനോട് പ്രൊട്ടസ്റ്റ് ചെയ്ത് മാറിയിരിക്കുന്ന ഗ്രൂപ്പാണ്. അപ്പൊ അതിനകത്ത് എന്തായിരിക്കും, സോഷ്യൽ ഇന്റഗ്രേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് സൂയിസൈഡ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇതിൽ ഇന്ത്യ ആയിട്ട് നമ്മളിപ്പോ കമ്പയർ ചെയ്യണം. ഇപ്പൊ ബുദ്ധിസം എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ബുദ്ധിസത്തിൽ 2 സെക്ട് ഇല്ലേ, മഹായാന ബുദ്ധിസം ഉണ്ട്, ഹീനയാന ബുദ്ധിസം ഉണ്ട്. ഏതിലായിരിക്കും കൂടുതൽ സൂയിസൈഡ് ഉണ്ടാവുക, മഹായാനത്തിലാണോ ഹീനയാനത്തിലാണോ ഉണ്ടാവുക? മഹായാനത്തിലാണോ? എന്താ കാരണം പറയണം. ഏതിലായിരിക്കും സോഷ്യൽ ഇന്റഗ്രേഷൻ കൂടുതൽ? ഹീനയാന എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ആര് രക്ഷപ്പെടണം? ഇൻഡിവിജ്വലി സാൽവേഷൻ വരണം. മഹായാന എന്ന് പറയുന്നത് എന്താണ്, കളക്റ്റീവ് സാൽവേഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മള് ബോധിസത്വം എവിടെയാണ് വരുന്നത്, മഹായാനയിലാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ട, പണിയെടുത്ത് പൈസ ഉണ്ടാകും, നമ്മൾ പണിയെടുത്ത് സാൽവേഷൻ വേണ്ട. ഓക്കെ, ആര് സാൽവേഷൻ ചെയ്തോളും? എല്ലാവരും ബോധിസത്വം എന്ത് ചെയ്യും, ഒരു കളക്റ്റീവ് സാൽവേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയാണ് സാൽവേഷൻ. ഹീനയാൽ ഇൻഡിവിജ്വലിസ്റ്റിക്കാ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വന്തം സാൽവേഷനിൽ പോകണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചൂസൺ ആവണമെങ്കിൽ നിങ്ങൾ ബുദ്ധിസത്തിന്റെ എല്ലാ സാധനവും ഫോളോ ചെയ്തിട്ട് ഇതിന്റെ നിങ്ങൾ ഇൻഡിവിജ്വലി ഈ പ്രോസസ്സിലൂടെ കടന്നു പോകണം. അപ്പൊ കൂടുതൽ റിസ്ക് എവിടെയാണ്, കൂടുതൽ ഹീനയാനയിൽ കൂടുതലാണ്, സെലക്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മറ്റേടത്ത് കളക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് ഇന്റഗ്രേഷൻ കൂടുതൽ എവിടെയായിരിക്കും, കളക്റ്റീവ് പ്രയർ ഇതൊക്കെ എവിടെയായിരിക്കും കൂടുതൽ വരിക, മഹായാനയിലായിരിക്കും വരിക. മറ്റേതിനകത്ത് കുറച്ചൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിരിക്കും. റെഗുലേഷൻസ് കുറവാണ്, പക്ഷെ ഞാൻ പറയാം സോഷ്യൽ ഇന്റഗ്രേഷന്റെ കാര്യത്തില് അപ്പൊ കൂടുതൽ എന്ത് ചെയ്യും, മീൻസ് ഡർക്കേം ഇത് പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പറയാണ്. പക്ഷെ അവിടെ കളക്ടിവിറ്റി കുറവായതുകൊണ്ട് മാസ് എൻലൈറ്റ്മെന്റ് ആണ് മഹായാനയിൽ പറയുന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈലി ആ സൊസൈറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഞാൻ ഇൻഡിവിജ്വലിസ്റ്റിക് പേഴ്സൺ, ഞാൻ കൂടുതൽ എന്ത് ചെയ്യുന്നു, മെറ്റീരിയലിസ്റ്റിക് ആയാലും എന്റെ എൻലൈറ്റ്മെന്റ് എന്തെങ്കിലും നടന്നോളും, ഈ മാസ് എൻലൈറ്റ്മെന്റ് കൂടെ തന്നെ ഞാനും രക്ഷപ്പെട്ടു പോയിക്കോളും. പക്ഷെ മറ്റേലാത്ത എന്താണ്, ഹീനയാനത്തിൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ എന്ത് ചെയ്യണം, പോയി പണിയെടുക്കണം. അപ്പൊ കൂടുതൽ സൂയിസൈഡ് റേറ്റ് അവിടെ കൂടുതലായിരിക്കും.
എന്നുള്ളതാണ്. മഹായാനയിലായിരിക്കും കുറവും, ഹീനയിൽ എന്തായിരിക്കും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. റിച്ച് ആണോ പൂർ ആണോ കൂടുതൽ സൂയിസൈഡ് ചെയ്യാന്നുള്ളതിൽ സിംഗിളും മാരിറ്റൽ റിലേഷൻ നമ്മൾ പറഞ്ഞില്ലേ, എന്താ കാര്യം? സോഷ്യൽ ഇന്റഗ്രേഷൻ എവിടെയായിരിക്കും കൂടുതൽ? മാരീഡിൽ എന്തായിരിക്കും സോഷ്യൽ ഇന്റഗ്രേഷൻ കൂടുതലും സോഷ്യൽ റെഗുലേഷനും കൂടുതലായിരിക്കും. ഇവിടെ എന്തായിരിക്കും സോഷ്യൽ ഇന്റഗ്രേഷൻ സോഷ്യൽ റെഗുലേഷൻ ഒക്കെ എന്തായിരിക്കും കുറവായിരിക്കും. കാരണം എന്താണ്? നമുക്ക് ആരോടും ബന്ധവും കടപ്പാടും കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ. നമ്മളെന്ത് ഒറ്റ തടി, നമ്മൾ പറയില്ല ഒറ്റ തടിയാ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, എവിടെ വേണമെങ്കിലും പോവാ, എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങാം, ആരോട് വേണമെങ്കിലും എന്നും എപ്പോഴെങ്കിലും രാത്രി വന്നാലും ആരോടും ചോദിക്കാനും ഇല്ല അല്ലെ? നമ്മള് ആളുകൾ പറയില്ല, റിലേഷൻഷിപ്പ് ആവുന്ന ആളുകൾ പറയില്ല എന്ത് സുഖം നിങ്ങൾക്ക്. കാരണം എന്താണ്? രാവിലെ ആരും എപ്പോ വീട്ടിൽ എപ്പോ വേണമെങ്കിലും കയറിച്ചല്ല, ആരെങ്കിലും ചോദിക്കാനും പറയാനുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ പൈസ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. ആർക്കൊന്നും നമുക്കൊന്നും പറയാനൊന്നുമില്ല. നമുക്ക് തോന്നുന്ന സമയത്ത് ഏത് ഫ്രണ്ട്സിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറങ്ങി പോകാൻ പറ്റും, എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കല്യാണം കഴിച്ച ഒരു സിംഗിളിനെ നോക്കിയിട്ട് ഓ നിന്നൊക്കെ കണ്ടിട്ട് അസൂയ വരുന്നുണ്ടെന്ന് പറയും അല്ലെ? അപ്പൊ ഇങ്ങനെ ഫേമസ് ആയ ഒരു കോട്ടില്ലേ, ലൈക്ക് when there is nobody to wake you up in the morning and when there is nobody to say good night at the evening, what do you call? Is it freedom or loneliness എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ? അപ്പം ഈ ഫ്രീഡം ആണ് ചൂസ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നല്ലതായിരിക്കും. ചിലപ്പോൾ ലോൺലെസ് ആണെന്ന് തോന്നുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി ഇപ്പം ആരുമില്ല എന്ന് പറയുമ്പോൾ അക്കരപ്പച്ചയാണ് ബേസിക്കലി. കല്യാണം കഴിച്ചവർക്ക് എന്താ തോന്നുക, സിംഗിൾ ആയാൽ മതിയായിരുന്നു. സിംഗിൾ ആയിരിക്കുന്നത് അപ്പോ അവന് അറ്റ്ലീസ്റ്റ് കൂടെ ഒരു പാർട്ണറെങ്കിലും ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനും സംസാരിക്കാനൊക്കെ അല്ലേ, അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്താൽ മതി, കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളതായിരിക്കും ചിലപ്പോൾ തോന്നുക. സോ അക്കരപ്പച്ചയാണ് ബേസിക്കലി ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, നിനക്ക് എന്താ തോന്നുന്നത് സിംഗിൾ ആയിട്ടിരുന്നത്? അത് എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ തോന്നാൻ കാരണം? സെൽഫ് റിയലൈസേഷൻ ഉണ്ട് പെണ്ണ് കിട്ടില്ല എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പം സിംഗിൾ ആകുമ്പോൾ സോഷ്യൽ ഇന്റഗ്രേഷൻ സോഷ്യൽ റെഗുലേഷൻ എന്തായിരിക്കും കുറവായിരിക്കും. അപ്പൊ അങ്ങനെയല്ല അത്, അല്ല 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 അല്ല, അതെന്താ സംഭവം സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല സോഷ്യൽ റിലേഷൻ അല്ല, നമ്മൾ കണക്റ്റഡ് ആയി കമ്മിറ്റഡ് ആയിരിക്കണം. നമ്മൾ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെന്റ് ഇല്ല. ഇപ്പൊ നമ്മുടെ സംബന്ധിച്ച് ഞാൻ ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടക്കാന്ന് പറഞ്ഞില്ലേ, ഫ്രണ്ട്സ് എല്ലാരും കല്യാണം കഴിച്ചു, എന്നിട്ട് ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടക്കാൻ പറ്റും? അല്ല അതൊന്നുമില്ല. അല്ലല്ല, മാരീഡ് ലൈഫ് ആകുമ്പോൾ നമ്മൾ ഒരാൾ മാത്രമല്ല. നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. ഈ കല്യാണം കഴിക്കുന്ന മൊമെന്റ് തൊട്ട് അവളെ വീട്ടിലും നിങ്ങളെ വീട്ടിലും കല്യാണങ്ങൾ, വേറെ കല്യാണങ്ങൾ തുടങ്ങണം. ആദ്യത്തെ ഒരു വർഷം നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ വീട്ടിലും വിരുന്ന് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഓരോ മാസം ഓരോരുത്തർ വീട്ടിലേക്ക് നിങ്ങൾ പോകണം. അവിടുത്തെ അമ്മാവൻ, അമ്മമ്മ, അമ്മായിമ്മ ഇവർക്കൊക്കെ നമ്മൾ ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നു, ഇവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുന്നു, സാമ്പത്തികമായി കടം കയറും. കടം വീട്ടാൻ വേണ്ടി വീണ്ടും ഒരു മോട്ടിവേഷൻ കിട്ടും ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ നാട്ടുകാരെല്ലാവരും എന്ത് ചെയ്യും, നിങ്ങൾ കല്യാണത്തിന് ഇമാരൊക്കെ വന്നിട്ടുണ്ടാവും, ഇവരൊക്കെ കല്യാണത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചു പോകണം. ഇവരെന്തെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ തിരിച്ചു കൊടുക്കണം, അതിന്റെ ഇരട്ടി കൊടുക്കുകയും വേണം. വീണ്ടും ഒരു ബാധ്യതയായി. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് വീട് വെക്കണം, സ്റ്റാറ്റസ് വേണം, കുട്ടി വേണം. കുട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞോടുകൂടി എന്തായി, നിങ്ങൾ കംപ്ലീറ്റ്ലി ഇന്റഗ്രേറ്റഡ് ആയി. പിന്നെ നിങ്ങൾ ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. സിംഗിളിന് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. സിംഗിൾ എന്ന് ഏതിന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പോവാം. കല്യാണത്തിന് പോയില്ലെങ്കിൽ എന്ത്, പോയാലെന്ത്, കൊടുക്കാൻ ആരിപ്പോ സിംഗിൾ ആയി പോയിട്ട് ഒരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഒന്നും മേടിച്ചു കൊടുക്കണ്ട. മീൻസ് നമ്മൾ ആരും നോബഡി കെയർസ്, അല്ലെങ്കിൽ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പൈസ കൊടുക്കുക, ഇതൊന്നും സിംഗിൾ ആയ ഒരാളെ പറ്റിയിട്ട് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ മാരീഡ് ആയ മൊമെന്റ് തൊട്ടിട്ട് ഇതേ ആൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതൊക്കെ കൊടുക്കേണ്ടി വരും. സോ അതൊരു റീസണാണ് സോഷ്യൽ ഇന്റഗ്രേഷൻ. അപ്പം സിംഗിളിന്റെ എന്തെങ്കിലും സോഷ്യൽ ഇന്റഗ്രേഷൻ കുറവായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി സൂയിസൈഡ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. വെൽത്തിന്റെ നോക്കുകയാണെങ്കിൽ റിച്ച് ആണ് പൂർ ആണെന്ന് നമ്മൾ പറഞ്ഞു, റിച്ച് ആണ് കൂടുതൽ സൂയിസൈഡ് ചെയ്യുക. കാരണം എന്തായിരിക്കും? വെൽത്ത് തീർന്നു പോകുന്നു മേടിച്ചിട്ടോ. ഈ പൂറും റിച്ചും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടോ? ഇപ്പൊ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ റിച്ച് താമസിക്കുന്ന സ്ഥലം എവിടെയാ? കവടിയാറ് ആ ഏരിയയിൽ അല്ലേ? ആ മറ്റേ ഗവർണർ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് വലിയ വലിയ ബംഗ്ലാവും വലിയ വലിയ വീടുകളും റിച്ച് ആണ്. ഈ വീടുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വീടുകൾക്കൊക്കെ തൊട്ടടുത്ത് അടുത്തടുത്തടുത്ത് വീടുകൾ ഉണ്ടല്ലോ, മീൻസ് സിറ്റി ആയതുകൊണ്ടുള്ള അടുത്തടുത്തുണ്ടാവും, വലിയ മതിലുകൾ ഉണ്ടാവും, വലിയ കോമ്പൗണ്ടുകളായിരിക്കും വീടുകൾക്കൊക്കെ ഉണ്ടാവുക. എന്തായിരിക്കും, ആളുകൾ തമ്മിൽ അടുത്തടുത്തായിരിക്കില്ല റിച്ചുകൾ എപ്പോഴും താമസിക്കുന്നത്. റിച്ചുകൾ തമ്മിൽ എന്താ, വീടുകൾക്ക് വലിയ വലിയ ഗ്യാപ്പുകൾ ഉണ്ടാവും. പൂറ് താമസിക്കുന്ന സ്ഥലം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മളൊരു കോളനിയിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തിക്കി പാർക്കുന്ന പൂറ് ഭയങ്കരമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ വീട്ടിൽ മുറ്റത്തായിരിക്കും അടുത്ത വീടുണ്ടാവുക. ആളുകൾ ഭയങ്കര തിങ്ങിയ പാർക്കുക. ഓരോ വീട്ടിലെ ആളുകൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇന്റഗ്രേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. രാത്രി രണ്ടെണ്ണം അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത അടിയൊക്കെ ഇടയ്ക്ക് ഉണ്ടാവും. പക്ഷെ എന്താണ്, എല്ലാവരുടെ കാര്യത്തിലും എല്ലാവരും എന്തായിരിക്കും
ഭയങ്കര മിക്സ്ഡ് അപ്പ് ആയിരിക്കും. റിച്ച് എന്തായിരിക്കും ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ട് എപ്പോഴും ജീവിക്കുക. റിച്ച് ഒരിക്കലും എന്ത് ചെയ്യില്ല, എല്ലാവരുടെയും കൂടെ ഒന്നിച്ച് ജീവിക്കില്ല. പൂർ ഇപ്പം എന്ത് വൈകുന്നേരം ആവുന്നു, കവലയിൽ ഇറങ്ങുന്നു അല്ലെ, അല്ലെങ്കിൽ രണ്ട് വർത്താനൊക്കെ പറയുന്നു, രണ്ടെണ്ണം അടിക്കുന്നു, ഇതൊക്കെയാണ് പൂറിന്റെ ലൈഫ്. എന്നും എല്ലാവരും ഒന്നിച്ചായിരിക്കും എപ്പോഴും ഉണ്ടാവുക, ഫെസ്റ്റിവൽ ഉണ്ടാവുക. റിച്ച് എന്ന് പറയുന്നത് എന്താണ്, ഐസൊലേറ്റഡ് ആണ്. എന്ത് ചെയ്യില്ല, വലിയ രീതിയിലുള്ള സോഷ്യൽ ഇന്റഗ്രേഷൻ റിച്ചിന് ഉണ്ടാവില്ല, ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുക. വീടുകൾ എന്തായിരിക്കും, കുറച്ച് വലിയ വീടുകളായിരിക്കും, കുറച്ചുകൂടി അകൽച്ച ഉണ്ടാവും ബാക്കിയുള്ള വീടുകളായിട്ട്. അവർ ഡിഫറൻസ് എപ്പോഴും എന്ത് ചെയ്തിരിക്കും, കീപ്പ് ചെയ്യും. അപ്പൊ സോഷ്യൽ ഇന്റഗ്രേഷൻ റിച്ചിന്റെ ഇടയിൽ എന്തായിരിക്കും, ഭയങ്കര കുറവായിരിക്കും. ആൻഡ് റിച്ച് ഈസ് റിലേഷൻഷിപ്പിനെക്കാട്ടും കമ്മിറ്റ്മെന്റ് എന്തിനോടായിരിക്കും, മണീനോടായിരിക്കും. ഓക്കെ, മെറ്റീരിയൽ തിങ്ങിനായിരിക്കും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക. സിൻസ് മെറ്റീരിയൽ തിങ്ങിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുന്നതുകൊണ്ട് റിലേഷൻഷിപ്പിന്റെ സൈഡിൽ കുറെ റിച്ചിന്റെ സ്ഥലത്ത് എന്തായിരിക്കും, വീക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വീക്ക്നെസ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, സോഷ്യൽ ഇന്റഗ്രേഷൻ വീണ്ടും കുറയും. എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞാൽ സൂയിസൈഡ് പോലെയുള്ള സാധനം നടക്കും. എസ്പെഷ്യലി ഈഗോയിസ്റ്റിക് സൂയിസൈഡ്, അനോമിക് സൂയിസൈഡ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും റിച്ചിന്റെ ഇടയിൽ. കാരണം എന്താ, അനോമിക് സൂയിസൈഡ് ആകുമ്പോൾ എക്കണോമിക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പെട്ടെന്ന് വന്ന ഫ്ലക്ച്വേഷൻ, ഇപ്പൊ റിച്ച് ആയി, പെട്ടെന്ന് എന്തെങ്കിലും ഡിസ്റപ്ഷൻ വന്നു, എക്കണോമി മൊത്തം ഇയാൾ മൊത്തം തകർന്നു, പൈസ ഇല്ലാതായി, റിച്ച് എന്ത് ചെയ്യും, ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യും. പൂർ ആലോചിച്ച് നോക്കിയേ, ഇന്ന് 1000 രൂപ ഉണ്ട്, നാളെ പണിയൊന്നുമില്ല, ഒരു പൈസയും കിട്ടിയില്ല, അവനൊരു കുഴപ്പമുണ്ടാവില്ല. മറ്റന്നാൾ എന്ത് ചെയ്യും, കാരണം അവന്റെ വല്ലപ്പോഴും 1000 രൂപ വരുന്നുള്ളൂ. മറ്റവന് ഈ 10,000 നിന്ന് 1000 രൂപ എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ റിച്ച് എന്ത് ചെയ്യും, കൂടുതൽ സൂയിസൈഡ് ചെയ്യും. പൂർ എന്തായിരിക്കും, ദർ ഈസ് എ സെൻസ് ഓഫ് സാക്രിഫൈസ് ആൻഡ് കമ്മിറ്റ്മെന്റ് അമോങ് പൂർ. പൂറിന്റെ ഇടയിൽ നിങ്ങൾ ആലോചിക്കുക, അവന്റെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാവരും ലീവ് ഒക്കെ എടുത്ത് 2 ദിവസം മുമ്പ് അവിടെ അടിയും പരിപാടിയൊക്കെ ആയിട്ട് അവിടെ തന്നെ, പന്തലേട്ടല് പരിപാടിയൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ചെന്തുണ്ടാവും, ആ ഏരിയയിൽ മൊത്തം നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റും. ഓക്കെ, പക്ഷെ പൂർ എന്തായിരിക്കും, അങ്ങനത്തെ സാക്രിഫൈസസ് വേറെ ആളുകൾക്ക് വേണ്ടി എടുക്കില്ല. അവർക്ക് അവരുടേതായുള്ള ലക്ഷ്യങ്ങളുണ്ട്, ഗോൾസ് ഉണ്ട്, അതുകൂടി എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, റിച്ചിന്റെ പൂറിന്റെ ഇടയിൽ കാണാം. അതുകൊണ്ട് തന്നെ റിച്ചിന്റെ ഇടയിൽ സോഷ്യൽ ഇന്റഗ്രേഷൻ എന്തായിരിക്കും, സോഷ്യൽ ഇന്റഗ്രേഷൻ കുറവായിരിക്കും. ഇവിടെയാണെങ്കിൽ കൂടുതലായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി സൂയിസൈഡ് എവിടെയായിരിക്കും, കൂടുതൽ റിച്ച് ആയിരിക്കും. ഇനി നാഷണൽ സ്റ്റാറ്റസ് സമയത്ത് വാർ ടൈമിലാണോ പീസ് ടൈമിലാണോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഏത് സമയത്താണ്, പീസ് ടൈമിലാണ് കൂടുതൽ ആളുകൾ സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും പീസ് ടൈമിൽ ആളുകൾ കൂടുതൽ സൂയിസൈഡ് ചെയ്യാൻ കാരണം? വാർ ടൈമിന് അതിൽ ടെൻഷൻ ഇല്ല, വാർ ടൈമിന് ഇമോഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും. വാർ ടൈമിൽ സെന്റിമെന്റ്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. വാർ ടൈമിൽ നാഷണാലിറ്റി ഫീലിംഗ് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ ഫോർ എക്സാമ്പിൾ പാകിസ്ഥാൻ ഇന്ത്യ വാർ നടക്കുന്ന സമയത്ത് എല്ലാവരും അടിക്ക് വാർ ഇടിക്ക്, UPSC ആസ്പിറൻസ് ഒക്കെ ഭയങ്കര എൻകറേജിങ് ആയിരുന്നു, കാരണം പ്രിലിംസ് മാറ്റുന്നു വിചാരിച്ചിട്ട്. അവരുടെ ഉദ്ദേശം അതായിരുന്നു. പക്ഷെ എന്തായിരുന്നു, എല്ലാവർക്കും ഇല്ല, യുദ്ധം വരുമ്പം ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി സി വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് ഇന്ത്യ പാകിസ്ഥാൻ. പാകിസ്ഥാൻ വരുന്ന മൊമെന്റിൽ ഇന്ത്യ യുണൈറ്റഡ് ആവും. അതേപോലെ തന്നെ ഇന്ത്യക്ക് പാകിസ്ഥാൻ എന്താണ്, ഇന്ത്യ ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ യുണൈറ്റിംഗ് പാകിസ്ഥാൻ കൾച്ചർ. കാരണം ഇന്ത്യ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള സ്ഥലം. അപ്പൊ അങ്ങനെ ഡൈവേഴ്സിറ്റി ഉണ്ടാവുന്നതുകൊണ്ട് പാകിസ്ഥാൻ ഒരു എനിമി ആകുമ്പോൾ, ഒരു എനിമി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, യുണൈറ്റ്. ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ വരുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ യുണൈറ്റഡ് ആവൂലേ. അവര് പോയി കഴിഞ്ഞാൽ ഉള്ളിൽ മൊത്തം അടിയായിരിക്കും. ഓക്കെ, സോ ദ മൊമെന്റ് ഒരു വാർ നടക്കുന്ന സമയത്ത് നാഷണൽ സെന്റിമെന്റ്സ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ആളുകൾ തമ്മിൽ ഇന്റഗ്രേഷൻ എന്തായിരിക്കും, ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് ഗസയിലൊക്കെ വാർ നടക്കുന്നുണ്ടെങ്കിൽ ആളുകൾ സൂയിസൈഡ്, ഇത്രയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ലൈഫ്, പക്ഷെ ദേ ആർ നോട്ട് സൂയിസൈഡിങ്. കാരണം എന്താണ്, ദർ സെന്റിമെന്റ്സ് ആർ വെരി ഹൈ റൈറ്റ് നോ. അവർക്ക് എന്ത് ചെയ്യും, ദേ ആർ സ്റ്റാൻഡിങ് ഫോർ എ കോസ്. അപ്പൊ അവർ അവസാനത്തെ ആളുകൾ, നമ്മൾ ആ നാഷണൽ സെന്റിമെന്റ്സ്, വാറിന്റെ പ്രോബ്ലംസ് അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ സമയമുണ്ടല്ലോ. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വി ആർ ട്രൈങ് ടു ഫൈറ്റ് ആൻഡ് വിന്നിങ്. ആ ഒരു സാധനത്തെ പറ്റിയായിരിക്കും നമ്മൾ ജീവിച്ചിട്ടുണ്ട്, സർവൈവൽ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നാഷണൽ ബേസിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇപ്പൊ ഒരാൾ അന്നേരം ഒരു പാകിസ്ഥാനെ കിട്ടി നമ്മൾ ഇടിച്ച് ശരിയാക്കി കളയും. വെരി സ്ട്രോങ് സെന്റിമെന്റ്സ് ആണ്. വേറെ പ്രോബ്ലംസ് ഒന്നും നമ്മളെ ഇടയിൽ ഉണ്ടാവില്ല, കാസ്റ്റ് ഡിഫറൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇലക്ഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് നാഷണാലിറ്റി സെന്റിമെന്റ്സ് കയറ്റിവിടും. ഓട്ടോമാറ്റിക് ആണ് കയറ്റി വിട്ടുമ്പോൾ പീപ്പിൾ വിൽ ബി യുണൈറ്റഡ്. പെട്ടെന്ന് എന്ത് ചെയ്യും, ആ കോസിന് വേണ്ടി ബാക്കി എല്ലാ പ്രോബ്ലംസും എല്ലാവരും മറക്കും. ഒരു പ്രോബ്ലം ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം വരുന്നു, ഓപ്പറേഷൻ സിന്ദൂർ വരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ആരെങ്കിലും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ? ഓപ്പോസിഷൻ ഒന്നും പറയുന്നില്ല. എവരിബഡി ഈസ് യുണൈറ്റഡ് ബിക്കോസ് ഇറ്റ്സ് നാഷണൽ. അപ്പൊ ബാക്കിയുള്ള എല്ലാ പ്രോബ്ലംസ് അതിനകത്ത് എന്ത് ചെയ്യും, മാഞ്ഞു പോകും. സോ ഓട്ടോമാറ്റിക്കലി വാർ സിറ്റുവേഷനിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സൂയിസൈഡ് ഇൻക്രീസ് ചെയ്യുന്ന കാണാൻ പറ്റില്ല. പക്ഷെ പീസ് ടൈം ആകുമ്പോൾ ഈ പ്രോബ്ലം അവിടെ ഇല്ല, ഈ യൂണിറ്റി അവിടെ ഉണ്ടാവില്ല. The moment war is gone, you are divided among castes, you are divided among regions, you are divided among rich class. ഇതെല്ലാ പ്രോബ്ലംസും തിരിച്ചു വരും. അപ്പൊ അവിടെ പ്രോബ്ലംസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ സോഷ്യൽ ഇന്റഗ്രേഷൻ ഹൈ എവിടെയാണ് ഉണ്ടാവുക, വാറിന്റെ സമയത്താണ്. വാറിന്റെ സമയത്ത് നോക്കി റെഗുലേഷൻസും കൂടുതലായിരിക്കും. ഫ്രീഡം മൊത്തം ഉണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നിയൊന്നും വിളിച്ചു പറഞ്ഞ് നടക്കാൻ പറ്റില്ല. ഇനി വലിയൊരു എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഓട്ടോമാറ്റിക്കലി വാർ സിറ്റുവേഷനിൽ സോഷ്യൽ ഇന്റഗ്രേഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ട് സൂയിസൈഡ് എവിടെയായിരിക്കും കുറവ്, വാറിൽ സൂയിസൈഡ് കുറവായിരിക്കും. വാർ ടൈമിൽ സൂയിസൈഡ് കുറവായിരിക്കും.
സോ ഇതിന്റെ ബേസ് ചെയ്തിട്ട് ഡർക്കേം എന്ത് ചെയ്തിട്ടുണ്ട്? സൂയിസൈഡിനെ നമ്മൾ കണ്ടുല്ലേ, 3-4 ടൈപ്പായിട്ട് സൂയിസൈഡിനെ തിരിച്ചു. എന്തൊക്കെയായിരുന്നു ഉള്ളത്? ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കി നോക്കിയേ, സൂയിസൈഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു മെറ്റീരിയൽ സോഷ്യൽ ഫാക്ടർ അല്ല. അപ്പം സൂയിസൈഡ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ സോഷ്യൽ ഫാക്ടർ അല്ലേ? അപ്പൊ സൂയിസൈഡ് റേറ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ സോഷ്യൽ ഫാക്ടർ ആണ്. ഓക്കെ, ഈ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ടറിന് റീസൺ എന്തായിരിക്കും? നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ടർ. ഇവിടെ നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ടർ എന്തൊക്കെയാണ്? ഫോഴ്സസ് ഓഫ് ഇന്റഗ്രേഷൻ ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സൂയിസൈഡ് റേറ്റിന് വ്യത്യാസം വരുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഡർക്കേം എന്ത് ചെയ്തു? 4 തരത്തില് സൂയിസൈഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു? ഓൾട്രൂയിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? ഇന്റഗ്രേഷൻ കൂടുതലാണ്. അപ്പൊ എങ്ങനെയായിരിക്കും സൂയിസൈഡ് ചെയ്യുക? ആളുകൾ നോട്ട് ഫോർ സെൽഫിഷ് റീസൺ, ഫോർ ദി സൊസൈറ്റിക്കൽ റീസൺ ആയിരിക്കും ആളുകൾ സൂയിസൈഡ് ചെയ്യുക. രണ്ടാമത് നമ്മൾ ഫാറ്റലിസ്റ്റിക് സൂയിസൈഡ് കണ്ടു അല്ലെ? ഫാറ്റലിക് സൂയിസൈഡ് എന്തിനായിരിക്കും? റെഗുലേഷൻസ് കൂടുതലായിരിക്കും. അങ്ങനെ എന്തുകൊണ്ടായിരിക്കും? അവിടെ എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ചെയ്യാൻ? ലാക്ക് ഓഫ് ഫ്രീഡം അല്ലെ? ആളുകൾ എന്താണ്? ഹൈലി റെഗുലേറ്റഡ് ലൈഫ് സ്റ്റൈല് ബേർഡൻഡ് ആവുന്നതുകൊണ്ടൊക്കെ എന്ത് ചെയ്യും? ആളുകൾ എന്ത് ചെയ്യും? ഇപ്പൊ ട്രഡീഷണൽ സൊസൈറ്റിയിൽ വുമൺ ചെയ്യുന്നത്, പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ, അതുപോലെ തന്നെ സ്ലേവ്സ് സൂയിസൈഡ് ചെയ്യുന്നത്, ഇതൊക്കെ റെഗുലേഷൻസ് കൂടുന്നതുകൊണ്ടാണ്. മോഡേൺ സൊസൈറ്റിയിൽ പിന്നെ നമ്മൾ കണ്ടു ഈഗോയിസ്റ്റിക് സൂയിസൈഡ് നമ്മൾ കണ്ടു അല്ലെ? ഈഗോയിസ്റ്റിക് സൂയിസൈഡിൽ എന്തായിരുന്നു നമ്മൾ കണ്ടേ? ഇന്റഗ്രേഷൻ ഭയങ്കര കുറവായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മൾ ഫാമിലി ഒന്നായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സൂയിസൈഡ് ചെയ്യുന്നു. ഇപ്പൊ കോവിഡിന്റെ സമയത്ത് ഓൾഡ് ഏജ് ആയ ആളുകൾ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേഷൻ കുറവായതുകൊണ്ട് ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നു. ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു? സൂയിസൈഡ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്? ഇന്റഗ്രേഷൻ കുറവാകുന്നതിന്. അനോമിക് സൂയിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേഷൻസ് ഭയങ്കരമായിട്ട് കുറയുന്നു. എന്തെങ്കിലും പെട്ടെന്ന് നോംസ് ബ്രേക്ക് ആവുന്നു, വാല്യൂസ് ബ്രേക്ക് ആവുമ്പം നമുക്ക് അനോമിക് സൂയിസൈഡ് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മുടെ സോഷ്യൽ ഫാക്ട് വെച്ച് പഠിക്കുമ്പം ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? കോസ് ആൻഡ് ഫങ്ഷനിൽ ചെയ്യണ്ടേ? കോസേഷൻ ആൻഡ് ഫങ്ഷനിൽ എന്ത് ചെയ്യണം? അനാലിസിസ് ചെയ്യണം. എന്താണ് കോസ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഫങ്ഷൻ അല്ലെ? കോസേഷൻ ആൻഡ് ഫങ്ഷൻസ് ചെയ്യണം. സോ സൂയിസൈഡിന്റെ ഫങ്ഷനെ പറ്റി ആര് പഠിച്ചിട്ടില്ല? അടുത്ത സ്റ്റെപ്പ് സോഷ്യൽ ഫാക്ട് പഠിക്കുമ്പോൾ പഠിക്കേണ്ട എന്താണ്? കോസ് ആൻഡ് തിങ് ആയിട്ട് കൺസിഡർ ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, കമ്പയർ ചെയ്യണം. എന്ത് ചെയ്തിട്ടില്ല? കോസ് ആൻഡ് ഫങ്ഷൻസ് എന്ത് പഠിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ കോസ്, എന്താണ് ഫങ്ഷൻ എന്നുള്ളത്. പക്ഷെ ഇതിന്റെ ഫങ്ഷൻസ് ആര് പഠിച്ചിട്ടില്ല? ഡർക്കേം പഠിച്ചിട്ടില്ല. പക്ഷെ കോസ് എന്താണ്? നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട് ആയിട്ടുള്ള ഫോഴ്സസ് ഓഫ് സോഷ്യൽ ഇന്റഗ്രേഷനും സോഷ്യൽ റെഗുലേഷൻസിലും വേരിയസ് വേരിയബിൾ ആണ് എന്ത് ചെയ്യുന്നത്? മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട് ആയിട്ടുള്ള സൂയിസൈഡ് റേറ്റ് എന്ത് ചെയ്യുന്നത്? സൂയിസൈഡ് റേറ്റ് വേരി ചെയ്യാനുള്ള റീസൺ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഇയാൾക്ക് എന്തുകൂടി പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾസോ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി കമ്പാരിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൂയിസൈഡ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇതിനകത്ത് പല രീതിയിലുള്ള മൾട്ടി വേരിയന്റ് അനാലിസിസ് ചെയ്യണം. നമ്മളിപ്പോ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, സയന്റിഫിക് റിസർച്ച് ചെയ്യുന്ന സമയത്ത് വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഡ് ഇടുന്നു. ലെഡ് ഇടുമ്പോൾ ലെഡ് കൂടുന്ന വാട്ടർ ടോക്സിസിറ്റി കൂടുന്നു. ഇതൊരു കമ്പാരിറ്റീവ്. ലെഡ് ഇല്ലാത്ത വാട്ടർ നോക്കുമ്പോൾ ടോക്സിസിറ്റി കുറവായിരിക്കും. ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് അല്ലേ? ഇപ്പൊ നിങ്ങൾ ഇതിനകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആളുകളെ നിങ്ങൾക്ക് കണ്ടൂടെ? ഇപ്പൊ നിങ്ങൾ കമ്പാരിറ്റീവ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഇന്റഗ്രേഷനും സോഷ്യൽ റെഗുലേഷനും ഏറ്റവും കൂടുതൽ എവിടെയാണ്? പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ അല്ലെ? അപ്പൊ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ സൂയിസൈഡ് എന്തായിരിക്കും? കുറവായിരിക്കും. പക്ഷെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ എന്തായിരിക്കും? സൂയിസൈഡ് റേറ്റ് കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ മൾട്ടി വേരിയന്റ് അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യും? ഈ കമ്പയർ ചെയ്ത് സിമ്പിൾ സൊസൈറ്റിനെയും കോംപ്ലക്സ് സൊസൈറ്റിനെയും കമ്പയർ ചെയ്ത് കാണാൻ പറ്റും. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, സിംഗിൾ ആണ് കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത്. അതേപോലെ ആരാണ് സൂയിസൈഡ് ചെയ്യുന്നത്? സിംഗിൾ ആളുകൾ കൂടുതൽ സൂയിസൈഡ് ചെയ്യും. പ്രൊട്ടസ്റ്റന്റ് ആളുകളായിരിക്കും കൂടുതൽ സൂയിസൈഡ് ചെയ്യുക. അതേപോലെ തന്നെ എന്തായിരിക്കും? മെൻ ആയിരിക്കും കൂടുതൽ സൂയിസൈഡ് ചെയ്യുക. ഇപ്പൊ ജെൻഡർ നോക്കുവാണെങ്കിൽ മെൻ ആയിരിക്കും കൂടുതൽ സൂയിസൈഡ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണെന്ന് കൂടി കണ്ടെത്തണ്ടേ? ബീയിങ് സിംഗിൾ ആണോ ബീയിങ് പ്രൊട്ടസ്റ്റ് ആണോ സൂയിസൈഡ് ആണോ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്നുള്ളത് കൂടി കണ്ടെത്താൻ വേണ്ടി ഒരു മൾട്ടി വേരിയന്റ് അനാലിസിസ് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഡർക്കേം ചെയ്ത് നോക്കുമ്പോൾ ബേസിക്കലി ഇപ്പൊ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സെഗ്മെന്റ് ഓഫ് പീപ്പിൾ എടുക്കുകയാണ്. ഒരാൾ പ്രൊട്ടസ്റ്റന്റ് ആൻഡ് ബേസിക്കലി കാത്തലിക്സ് എടുക്കുന്നു. ഇപ്പം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ഉണ്ട്, കാത്തലിക്സ് ഉണ്ട്. ഇതിൽ തന്നെ നമ്മൾ സിംഗിൾ പ്രൊട്ടസ്റ്റന്റ് എടുക്കുക. ഓക്കെ, സിംഗിൾ പ്രൊട്ടസ്റ്റന്റും മാരീഡ് പ്രൊട്ടസ്റ്റന്റും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിനകത്ത് സിംഗിൾ പ്രൊട്ടസ്റ്റന്റും മാരീഡ് പ്രൊട്ടസ്റ്റന്റും അതുപോലെ സിംഗിൾ കാത്തലിക്കും മാരീഡ് കാത്തലിക്കും എടുക്കുക.
സിംഗിൾ കാത്തലിക് മാരി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആരായിരിക്കും ചെയ്യാൻ? ഇപ്പൊ സിംഗിൾ പ്രൊട്ടസ്റ്റന്റിലും സിംഗിൾ കാത്തലിക്കിലും എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആരായിരിക്കും സൂയിസൈഡ് ചെയ്യുക? സിംഗിൾ പ്രൊട്ടസ്റ്റന്റ് ആയിരിക്കും കൂടുതൽ. സിംഗിൾ കാത്തലിക്കിനെക്കാട്ടും കൂടുതൽ ചെയ്യുന്ന ആരായിരിക്കും? സിംഗിൾ പ്രൊട്ടസ്റ്റന്റ്. മാരീഡ് പ്രൊട്ടസ്റ്റും മാരീഡ് കാത്തലിക്കും എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആരായിരിക്കും ചെയ്യുന്നത്? അവിടെ മാരീഡ് പ്രൊട്ടസ്റ്റന്റ് ആയിരിക്കും അല്ലെ. ഇനി സിംഗിൾ ഇതിൽ അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാരേജ് കോൺസ്റ്റന്റ് ആക്കി വെച്ചപ്പോഴും സിംഗിൾ കോൺസ്റ്റന്റ് ആയി വെച്ചപ്പോഴും ആരാണ് കൂടുതൽ സൂയിസൈഡ് ചെയ്തത്? പ്രൊട്ടസ്റ്റന്റ് ആണ് കൂടുതൽ സൂയിസൈഡ് ചെയ്ത് കാണാൻ പറ്റുന്നത്. അപ്പം റിലേഷൻഷിപ്പ് സ്റ്റാറ്റസും റിലീജിയനും വെച്ച് നോക്കുമ്പോൾ സൂയിസൈഡിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? റിലീജിയനാണ്. അതായത് സിംഗിളും ഇൻഫ്ലുവൻസ്, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ടെണ്ണത്തിനെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏതാണ്? റിലീജിയൻ ആണെന്നുള്ളതാണ്. അപ്പൊ മൾട്ടി വേരിയന്റ് അനാലിസിസും ആർക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് വെച്ച് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ എവിടെയാണ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തന്നെ നോക്കിയ സിംഗിൾ പ്രൊട്ടസ്റ്റന്റ് മെൻ ആയിരിക്കും കൂടുതൽ സൂയിസൈഡ് ചെയ്യുക, വുമൺ ആയിരിക്കും സൂയിസൈഡ്, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തൂടെ? വുമൺ ആയിരിക്കും കൂടുതൽ സൂയിസൈഡ് ചെയ്യുക, അപ്പൊ ആരായിരിക്കും സൂയിസൈഡ് ചെയ്യുക? മെൻ ആയിരിക്കും സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇതിനകത്ത് അപ്പൊ ഓരോ രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും? റിലീജിയനിലൊക്കെ എവിടെയാണ് സൂയിസൈഡ് കൂടുതൽ വരുന്നത് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ മൾട്ടി വേരിയന്റ് ആയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ഡർക്കെയിം പറയുന്നത്. അപ്പൊ ഫൈനലി ഡർക്കെയിം പറയുന്നത് എന്താണ്? സിമ്പിൾ സൊസൈറ്റിയിൽ ഡിഗ്രി ഓഫ് കോഹഷൻ, ഡിഗ്രി ഓഫ് ഇന്റഗ്രേഷൻ ആൻഡ് റെഗുലേഷൻ എന്തായിരിക്കും? സിമ്പിൾ സൊസൈറ്റിയിൽ ഡിഗ്രി ഓഫ് ഇന്റഗ്രേഷൻ, സോഷ്യൽ ഇന്റഗ്രേഷനും ആൻഡ് ഡിഗ്രി ഓഫ് സോഷ്യൽ റെഗുലേഷനും കൂടുതൽ എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കില്ലേ? കൂടുതലായിരിക്കും. ഇവിടെ എന്തായിരിക്കും? ഡിഗ്രി ഓഫ് സോഷ്യൽ ഇന്റഗ്രേഷനും സോഷ്യൽ റെഗുലേഷനും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ സൂയിസൈഡ് റേറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെ എന്തായിരിക്കും? സൂയിസൈഡ് റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് സൂയിസൈഡ് ആണ് മോസ്റ്റ്ലി നടക്കുക. എന്തൊക്കെയാണ്? ഇവിടെയോ? സൂയിസൈഡ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ എന്ത് ചെയ്ത് ഫൈനലി നമുക്ക് സൂയിസൈഡിനെ വേരി ചെയ്ത് കാണാൻ പറ്റും. ഇതാണ് സൂയിസൈഡ് തിയറി ഓഫ് ഡർക്കെയിം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇതിന്റെ ഇവാലുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൂയിസൈഡ് റേറ്റ് സ്റ്റഡീന്റെ, ഡർക്കെയിമിന്റെ സൂയിസൈഡ് സ്റ്റഡീന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്താണ്? വൈ ദിസ് ഇസ് സോ മച്ച് റെലവെന്റ്? സോഷ്യോളജിയിൽ വൺ ഓഫ് ദി ഫസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സോഷ്യോളജിയിൽ പോസിറ്റിവിസ്റ്റ് അപ്രോച്ച് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് എങ്ങനെ സോഷ്യോളജി പഠിക്കാം എന്ന് പറയുന്നതാണ് പോസിറ്റിവിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ പോസിറ്റിവിസ്റ്റ് അപ്രോച്ചിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡർക്കെയിമിന്റെ സ്റ്റഡിയാണ്. സൂയിസൈഡ് എന്ന് പറയുന്ന സ്റ്റഡിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. കാരണം എന്താണ്? കംപ്ലീറ്റ്ലി നമുക്ക് ഡാറ്റ കളക്ട് ചെയ്ത് അതിന്റെ ബേസ് ചെയ്ത് കമ്പാരിസൺ ചെയ്ത് അനലൈസ് ചെയ്ത് മൾട്ടിവേരിയന്റ് അനാലിസിസ് ചെയ്തിട്ടാണ് സൂയിസൈഡ് എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. സോ ഡർക്കെയിമിനെ സംബന്ധിച്ചോളം ഡർക്കെയിമിന്റെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഓഫ് പോസിറ്റിവിസ്റ്റ് സ്റ്റഡിയാണ് എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും? സൂയിസൈഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു ഇത് പറയുന്നത് ആർ കാവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൂയിസൈഡ് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോഷ്യൽ disorganization which is a product of high rate of social mobility and social complexity. അതായത് ആർ കാവൻ എന്ത് ചെയ്യാണ്? സപ്പോർട്ട് ചെയ്യാണ്. എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്? സോഷ്യൽ ഡിസോർഗനൈസേഷൻ. സൊസൈറ്റിയിൽ എന്തെങ്കിലും എന്താണ് സോഷ്യൽ ഡിസോർഗനൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നുണ്ട്? സൂയിസൈഡ് റേറ്റ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെല്ലാം ഡർക്കെയിം പറയുന്നത് സോഷ്യൽ മൊബിലിറ്റി കൂടുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അർബണൈസേഷൻ കൂടുന്നു, ആളുകൾ കൂടുതൽ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ കോംപ്ലക്സിറ്റി, സൊസൈറ്റി എന്ത് ചെയ്യുന്നു? കോംപ്ലക്സ് ആകുന്ന സമയത്തും സൂയിസൈഡ് എന്ത് ചെയ്യാൻ പറ്റും? സോഷ്യൽ വാല്യൂസ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറയുമ്പോഴും സൂയിസൈഡ് നിങ്ങൾക്ക് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി ക്രിറ്റിസിസം, എന്തൊക്കെ ക്രിറ്റിസിസം നിങ്ങൾക്ക് ഇതിനകത്ത് പറയാൻ പറ്റും സൂയിസൈഡിന്റെ സ്റ്റഡിയിൽ? ഡാറ്റേന്റെ പ്രോബ്ലം ഉണ്ട് അല്ലെ. എന്താണ്? ഡാറ്റ എല്ലാം പോലീസ് സ്റ്റേഷനിലെ ഡാറ്റയാണ് ഇത് മൊത്തം യൂസ് ചെയ്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കലി പോലീസ് സ്റ്റേഷനിലെ ഡാറ്റ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അതിന്റെ വേരിയേഷൻ പ്രോബ്ലം ഉണ്ട്. പ്രൈമറി സോഴ്സ് ഓഫ് ഡാറ്റ അല്ല, എല്ലാം സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റയാണ്. പിന്നെയോ സ്റ്റഡീസിൽ ഫംഗ്ഷൻസിനെ പറ്റി, സൂയിസൈഡിന്റെ ഫംഗ്ഷനെ പറ്റി പഠിച്ചിട്ടില്ല. അതല്ലാതെ പിന്നെ സൂയിസൈഡ് എന്താ ഇപ്പോഴും പറയാം? വെറുതെ സോഷ്യൽ മാത്രമാണ് സൂയിസൈഡ് എന്ന് പറയാൻ പറ്റുമോ? സൂയിസൈഡ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സിലും സൂയിസൈഡ് വരില്ലേ?
ഇപ്പം ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇപ്പൊ ചില ആളുകൾ ഒരു പ്രാവശ്യം അല്ല സൂയിസൈഡ് ചെയ്യുക, അവർ ഇടയ്ക്കിടയ്ക്ക് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ചില ആളുകളില്ലേ 9 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി, 10 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ. അല്ലെ, നമ്മളിപ്പോ ഒരു രാത്രി കാണുമ്പോൾ അവര് ഭയങ്കര എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു, അവർ 10 തവണ സൂയിസൈഡ് നടത്താൻ ശ്രമിച്ച ആളെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനൊക്കെ പറയുന്ന ആളുകളൊക്കെ ഇല്ലേ. അങ്ങനെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഉണ്ടല്ല, കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ എന്താണ്, ബേസിക്കലി അവർ ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, സൂയിസൈഡ് ചെയ്ത് മരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. 10 അറ്റംപ്റ്റ് നടത്തിയിട്ടും സൂയിസൈഡിലൊക്കെ ഫെയിലിയർ ആവാന്ന് പറഞ്ഞത് എക്സ്റ്റേണലി ആരും UPSC നടത്തുന്ന എക്സാം ഒന്നും അല്ലല്ലോ. എന്താണ്, മര്യാദക്കൊരു ഘട്ടം കിട്ടിയെങ്കിൽ സൂയിസൈഡ് ചെയ്താൽ മതി. അപ്പം ഓട്ടോമാറ്റിക്കലി ഇവരെന്താണ്, ഒരു സൂയിസൈഡ് കരിയർ ഉള്ള ആളുകൾ ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ഇഷ്യൂ കൊണ്ട് എന്ത് ചെയ്യാം, സൂയിസൈഡ് ഉണ്ടാവാം. 2 കാത്തലിക്സിന്റെ ഇടയിൽ സൂയിസൈഡ് കുറവാന്ന് ആര് പറയുന്നുണ്ട്? ഡർക്കെയിം പറയുന്നില്ലേ. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, കാത്തലിക്സിന്റെ ഇടയിൽ സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു സിന്നാണോ? സിന്നാണ്. കാത്തലിക്സിന്റെ ഇടയിൽ സൂയിസൈഡ് ഭയങ്കര സിന്നാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി കാത്തലിക്സ് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സൂയിസൈഡ് ആണെന്ന് പുറത്ത് ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, ഡിക്ലെയർ ചെയ്യണമെന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കുക, സൂയിസൈഡിന്റെ മെറ്റീരിയൽ ഫാക്ട് പഠിക്കാൻ പറയുന്നത് ഡർക്കെയിം എന്താ പറയുന്നത്, സയന്റിഫിക് സ്റ്റഡി നടത്തണം, ഒബ്ജക്റ്റീവായി സ്റ്റഡി നടത്തണം, സയൻസ് എങ്ങനെ പഠിക്കണം അതുപോലെ തന്നെ പഠിക്കണം എന്നുള്ളതല്ലേ. പക്ഷെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഡർക്കെയിം എടുത്തുള്ള സാധനം എന്താണ്, നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ ഇന്റഗ്രേഷനും സോഷ്യൽ റെഗുലേഷനും. അത് നമ്മൾ എങ്ങനെ സയന്റിഫിക് ആയിട്ട് പഠിക്കും? അത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുമോ? അതിന് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുമോ? ഈ സൊസൈറ്റിയിൽ എത്ര സോഷ്യൽ ഇന്റഗ്രേഷൻ ഉണ്ട്, ഈ സൊസൈറ്റിയിൽ എത്ര സോഷ്യൽ റെഗുലേഷൻ ഉണ്ട് എന്നുള്ളത് 100-ൽ 10, 100-ൽ 20, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അതൊരു ഇമോഷൻ സബ്ജക്ടിവിറ്റി അല്ലേ. ഇപ്പൊ നമ്മുടെ ഫാമിലി, ഞാൻ എന്റെ ഫാമിലിയായിട്ട് എത്ര പെർസെന്റേജ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളെ ഫാമിലിയിലെക്കാട്ടും. ഇപ്പൊ നീ നിന്റെ അച്ഛനും അമ്മേനോടും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കാട്ടും എത്ര സ്ട്രോങ് ആണ് ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് എന്നുള്ളത് നമുക്ക് അളക്കാൻ പറ്റുമോ? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് സയന്റിഫിക് ആയിട്ട് ഇത് പഠിച്ചു എന്ന് പറയാൻ പറ്റുക? അപ്പൊ ഈ സോഷ്യൽ ഇന്റഗ്രേഷൻ സോഷ്യൽ റെഗുലേഷനെ സയന്റിഫിക് ആയിട്ട് പഠിക്കാൻ എന്തല്ല, പോസിബിൾ ആവുന്നില്ല. കാരണം അതെന്താണ്, വീണ്ടും ഒരു അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് ആണ്, അല്ലാതെ എന്തല്ല ഒബ്ജക്റ്റീവ് കോൺസെപ്റ്റ് ആണ്. ഡർക്കെയിം പറയുന്ന പോലെ അതിന് സോഷ്യൽ ഫാക്ട് ആയിട്ട് കാണാൻ പറ്റില്ല, തിങ് ആയിട്ട് കാണാൻ പറ്റില്ല. ഇതൊക്കെ എന്താണ്, ക്രിറ്റിസിസം ഓഫ് ഡർക്കെയിം സ്റ്റഡീസ് ആണ്. അതുപോലെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ജെഎം അറ്റ്കിൻസൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ടക്ടഡ് 1978 കണ്ടക്ടഡ് ക്വാളിഫൈ ഓഫ് സ്റ്റാറ്റിക്സ് ഓഫ് യൂസ്ഡ് ബൈ ഡർക്കെയിം എന്താണ്, ക്വസ്റ്റ്യനബിൾ ആണെന്ന് പറയുന്നത്. കാരണം എവിഡൻസ് സജസ്റ്റ് ദാറ്റ് റിലീജിയസ് സെൻസർ ഓഫ് സൂയിസൈഡ് ഈസ് മോർ ഇൻ കാത്തലിക്സ് ദാൻ എമംഗ് ദി പ്രൊട്ടസ്റ്റന്റ്. അപ്പൊ സൂയിസൈഡിന് എന്ത് ചെയ്യുന്നുണ്ട്, സിന്നാന്ന് കൂടുതൽ എവിടെയാ പറയുന്നത്, കാത്തലിക്സിലാ പറയുന്നത്. അതുകൊണ്ട് തന്നെ കാത്തലിക്സ് എന്ത് ചെയ്യണമെന്നില്ല, സൂയിസൈഡ് റിപ്പോർട്ട് ചെയ്യണം എന്നില്ല. അവരെന്ത് ചെയ്യും, സൂയിസൈഡ് ചിലപ്പോൾ പുറത്ത് പറയാതിരിക്കും എന്നുള്ള ഒരു പ്രോബ്ലം അതിനകത്തുണ്ട്. അപ്പൊ ആ ഡാറ്റ എന്തായിരിക്കും, ഡാറ്റന്റെ വേരിഫയബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. ഡാറ്റ കറക്റ്റ് ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഇനി ഗിബ്സ് ആൻഡ് മാർട്ടിൻ പറയുന്നത് പോസിറ്റീവ് മെത്തേഡ് ആണ് ഡാറ്റ പഠിക്കുന്നു എന്ന് പറയുമെങ്കിൽ, ഈ പോസിറ്റീവ് മെത്തേഡ് എന്ത് ചെയ്തില്ല, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റിയിട്ടില്ല. കാരണം ഈ സോഷ്യൽ ഇന്റഗ്രേഷൻ ആൻഡ് സോഷ്യൽ റെഗുലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തല്ല, ഒബ്സർവബിൾ കോൺസെപ്റ്റ് അല്ല, നമുക്കത് ഒബ്ജക്റ്റീവ്ലി പഠിക്കാൻ പറ്റി എന്ന് വരില്ല എന്നുള്ളതാണ് ആര് പറയുന്നത്, ഗിബ്സ് ആൻഡ് മാർട്ടിൻ പറയുന്നത്. അതുപോലെ മാരീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ്. ഈസ് ബേസിക്കലി സ്റ്റഡിങ് അബൌട്ട് സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നതാണ് സൂയിസൈഡിനെ പറ്റി പഠിക്കുന്ന, സൂയിസൈഡിന്റെ ഒരു സ്റ്റഡിയാണ് പുള്ളി നടത്തിയതാണ്. പുള്ളിന്റെ സ്റ്റഡിയുടെ പേരാണ് സൈക്കോളജിക്കൽ ഓട്ടോപ്സി. ഇൻ ഹി സേസ് ദാറ്റ് ഇയാൾ എന്താണെന്ന് വെച്ചാൽ സൂയിസൈഡ് ചെയ്യാൻ കമ്മിറ്റഡ് ആയി ചെയ്ത ആളുകൾ, സൂയിസൈഡ് ചെയ്ത ആളുകളില്ല പക്ഷെ രക്ഷപ്പെടാത്ത ആളുകൾ, സൂയിസൈഡ് ചെയ്ത് മരിച്ചുപോയവരല്ല, മരിച്ചവരെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ സൂയിസൈഡ് ചെയ്ത് രക്ഷപ്പെടാത്ത ആളുകൾ, അത് ഫെയിൽഡ് സൂയിസൈഡ് ആളുകൾ ഇയാളെ ഇന്റർവ്യൂ ചെയ്തു. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഇയാൾക്ക് ഒരു കാര്യം മനസ്സിലായത്, മോസ്റ്റ് ഓഫ് ദം ഹാസ് എ സൂയിസൈഡ് കരിയർ. അതിൽ ഇവരെന്തെങ്കിലും ആദ്യമായിട്ടല്ല സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പം സൂയിസൈഡ്, ഇപ്പൊ നീ ഫാനിന്റെ മുകളിൽ കെട്ടി തൂങ്ങാൻ നോക്കിയിട്ട് ഫാൻ പൊട്ടി താഴെ വീണ്, അപ്പൊ ചോദിച്ചു നോക്കുമ്പോൾ ഇതിന് മുന്നേ നീ വെള്ളച്ചാട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി സൂയിസൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനകത്ത് വെള്ളം അരവട്ടെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് മുങ്ങിച്ചാകാൻ പറ്റില്ല. ഇവിടെ ഫെയിലിയർ ഓഫ് സൂയിസൈഡ് എന്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതിന്റെ കാരണം എന്താണ്, ഈ സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഫൗണ്ട് ദാറ്റ് ദർ ഇസ് എ സൂയിസൈഡ് കരിയർ എന്തുണ്ട് ഇവർക്കുണ്ട്. അതുകൊണ്ട് സൂയിസൈഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, സോഷ്യൽ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ DNA പ്രകാരം സൂയിസൈഡ് വരാം. ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്ന ഒരു കരിയറുള്ള മെന്റാലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ നമ്മളും എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, സൂയിസൈഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. DNA എന്തുണ്ടാവും, അപ്പൊ നമുക്ക് ക്യാരക്ടറൊക്കെ നമ്മൾ ഫാമിലിയിൽ നിന്ന് കുറെ സ്വഭാവങ്ങളൊക്കെ നമുക്ക് വരും അല്ലെ, അപ്പൊ DNA ഭാഗമായിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ സൂയിസൈഡും എന്ത് ചെയ്യാം, DNA ഭാഗമായിട്ട് അല്ലെ ബയോളജിക്കലായിട്ട് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ സൂയിസൈഡ് എന്താണ്, സൈക്കോളജിക്കലും ആവാം. അപ്പൊ സൂയിസൈഡ് മൾട്ടി ഫാക്ടർ ആണ് സൂയിസൈഡ് വരാനുള്ള റീസൺ. സൈക്കോളജിക്കലായിരിക്കാം, ബയോളജിക്കലായിരിക്കാം, സോഷ്യലായിരിക്കാം. ഡർക്കെയിം എന്താ പറയുന്നത്, സൂയിസൈഡ് ഈസ് എ സോഷ്യൽ ഫാക്ട് ആണ്, സോഷ്യലാണ് സൂയിസൈഡ് ഉണ്ടാവുക എന്നുള്ളതാണ് ഡർക്കെയിം പറയുന്നത്. സോ ദീസ് ആർ ദ ക്രിറ്റിസിസം വിത്ത് റെസ്പെക്ട് ടു എന്താണ് ഡർക്കെയിമിന്റെ സൂയിസൈഡ് സ്റ്റഡീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷെ ഓവർ എന്താണ്, സൂയിസൈഡിനെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡർക്കെയിമിന്റെ ഒരു പഠനം എന്താണ്, സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യോളജിക്ക് ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്നത് ഡർക്കെയിമിന്റെ സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റഡീസ് ആണ്. സോ ദാറ്റ്സ് അബൌട്ട്
സൂയിസൈഡ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? ഉണ്ട്, അതെ, അതാ പറഞ്ഞ അതൊരു ക്രിറ്റിസിസം ആണ് ബേസിക്കലി. പുള്ളി കംപ്ലീറ്റ്ലി സെലക്ഷൻ ഓഫ് ടോപ്പിക് വാല്യൂ ന്യൂട്രൽ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, വാല്യൂസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഇയാളെ ഇൻട്രസ്റ്റ് അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് തിയറിയാണ് നമുക്കിനി ഡർക്കേമിനെ പറ്റി പഠിക്കാനുള്ളത്, ദാറ്റ് ഈസ് റിലീജിയൻ. സോ റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ ബേസിക്കലി? സോഷ്യലാണ്. അപ്പൊ ഡർക്കേമിനെ സംബന്ധിച്ചോളം റിലീജിയൻ എന്തായിരിക്കും? ഒരു സോഷ്യൽ ഫാക്ട് ആയിരിക്കില്ലേ? അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസിക്കലി ഒരു കളക്റ്റീവ് തിങ്കിങ് അല്ലേ, ആൻഡ് കളക്റ്റീവ് ഫീലിംഗ് അല്ലേ, കളക്റ്റീവ് വേ ഓഫ് ആക്ടിങ് അല്ലേ? സോഷ്യൽ ഫാക്ട് പോലെ തന്നെയല്ലേ റിലീജിയൻ? കാരണം നമുക്ക് എക്സാക്ട്ലി ആ മീനിങ് അതിനകത്ത് കാണാൻ പറ്റില്ലേ? റിലീജിയനകത്ത് എന്ന് പറഞ്ഞ ഒരു കളക്റ്റീവ് തിങ്കിങ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ബിലീവ് ചെയ്യുന്ന എല്ലാവരും ഒരേപോലെയല്ലേ തിങ്ക് ചെയ്യുന്നത്? അല്ലെ, ജീസസ് ക്രൈസ്റ്റ് ആണ്, ദൈവപുത്രനാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ബിലീവ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അല്ലെ. സോ അതേപോലെ തന്നെ എന്തുണ്ട്, ദർ ഇസ് എ ഫീലിംഗ് എന്തായിരിക്കും? ദൈവത്തോടുള്ള ഡിവോഷണൽ ഫീലിംഗ് സെയിം ആയിരിക്കും, കളക്റ്റീവ് തിങ്കിങ് ആണ്. ഓക്കെ, ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ എല്ലാവരും ബൈബിൾ വായിക്കുന്നു, എല്ലാവരും ഒരേ സാധനമായിരിക്കും കൂടുതൽ എന്ത് ചെയ്യുക, റെപ്രസെന്റേറ്റ് ചെയ്യാം. അപ്പം അതിനകത്ത് ഡിഫറൻസ് വരുന്ന വേറൊരു സെക്ടോ വേറൊരു സെപ്പറേറ്റ് റിലീജിയനായി മാറും. ഓക്കെ, അല്ലെ പ്രൊട്ടസ്റ്റന്റ് ആയിട്ട് മാറും. പക്ഷെ ആ ഗ്രൂപ്പ് എന്തായിരിക്കും? കളക്റ്റീവ്ലി എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സാധനം ബിലീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ കളക്റ്റീവ് ബിലീഫ്സ് ഉണ്ട്, കളക്റ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്? തിങ്കും ചെയ്യുന്നുണ്ട്. ആക്ഷനും കളക്റ്റീവ് അല്ലേ? ഇപ്പൊ റിലീജിയൻ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാസിന് പോകുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ച് നിങ്ങൾ കേട്ടില്ല ആമേൻ എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ? എന്താണ് എല്ലാവരും ഒരേപോലെ അത് പറയാൻ കാരണം എന്താണ്? ഇറ്റ്സ് എ കളക്റ്റീവ് ആക്ഷൻ. അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ, ഓരോരുത്തരും ഓരോ സമയത്ത് എന്ത് ചെയ്തേനെ, അവർക്ക് തോന്നുന്ന സമയത്ത് ആമേൻ പറഞ്ഞേനെ. ഓക്കെ, ഇപ്പൊ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് എല്ലാവരും ഇപ്പൊ സിനിമയും കണ്ടു എല്ലാവരും ഒന്നിച്ചിങ്ങനെ കുനിന്നൊക്കെ കണ്ടിട്ടില്ലേ? ഇത് പല സമയത്തായിരുന്നെങ്കിലോ ഇങ്ങനെ പല സമയത്ത് തോന്നുന്ന സമയത്തായിരുന്നു. അപ്പൊ ഇതൊരു കളക്റ്റീവ് വേ ഓഫ് ബിലീഫ്സ് ആണ്, കളക്റ്റീവ് തിങ്കിങ് ആണ്, കളക്റ്റീവ് ആക്ഷൻ ആണ്, കളക്റ്റീവ് ഫീലിംഗ് ആണ്. എല്ലാവർക്കും ഉള്ള ഫീലിംഗ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എല്ലാവരും എന്ത് വിചാരിക്കുന്നു? ഇപ്പം ഇസ്ലാമിൽ എല്ലാവരും എന്ത് വിചാരിക്കുന്നുണ്ടാവും? അള്ളാഹ് എന്ന് പറയുന്ന ഒരാളാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ദൈവം എന്ന് പറയുന്നത് എന്താണ്? അള്ളയാണ് എന്ന രീതിയിൽ എല്ലാവരും ബിലീവ് ചെയ്യുന്നുണ്ട്. ഖുർആൻ എന്തായിരിക്കും? എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരേപോലെ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും അതിനകത്തുള്ള ഫീലിംഗ് എന്താണ്? ഇറ്റ്സ് ട്രൂ എന്നുള്ളതാണ് അല്ലെ. ഇപ്പം നമ്മൾ അതേപോലെ ഗീത നോക്കുവാണെങ്കിൽ, ഭഗവത്ഗീത നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ ഹിന്ദുസിന്റെ ബിലീവ് ചെയ്യുന്ന എല്ലാവർക്കും ഗീത ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് എ കളക്റ്റീവ് വേ ഓഫ് ഫീലിംഗ് ആണ് അല്ലെ, കളക്റ്റീവ് വേ ഓഫ് ബിലീവിംഗ് ആണ്, കളക്റ്റീവ് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് റിലീജിയൻ എന്ന് പറയുന്നത്. സോ റിലീജിയൻ ഈസ് ബേസിക്കലി എന്താണ്? റിലീജിയനിൽ ഒരുപാട് കളക്റ്റീവ് സോഷ്യൽ ഫാക്ട് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിലീജിയനെ കാണേണ്ടത്. സോ റിലീജിയനെ പറ്റി ഡർക്കേം പഠിക്കുന്നത് എന്താണ്? റിലീജിയനെ പറ്റി ഡർക്കേമിന് അറിയേണ്ടത് റിലീജിയൻ എന്തുകൊണ്ട് ഒറിജിനേറ്റ് ചെയ്തു. ഇപ്പം പൊതുവേ റിലീജിയനെ പറ്റി ആളുകൾ എന്താ പറയാ? മോഡേൺ സൊസൈറ്റിയിലാണോ റിലീജിയൻ ഉണ്ടാവുക, ട്രഡീഷണൽ സൊസൈറ്റിയിലാണോ റിലീജിയൻ ഉണ്ടാവുക? ആളുകൾ എന്താ വിചാരിച്ചത്? പഴയ സൊസൈറ്റിയിൽ അല്ലേ, ട്രഡീഷണൽ സൊസൈറ്റിയിലാണ് എന്ത് ചെയ്യുക? റിലീജിയൻ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുക. മോഡേൺ സൊസൈറ്റിയിൽ എന്തായിരിക്കും ഉണ്ടാവുക? മോഡേൺ സൊസൈറ്റി മോഡേണിറ്റി ആവുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു ഫീച്ചർ എന്തായിരിക്കും? സെക്കുലർ ഫീച്ചർ കൂടി വരും അല്ലെ. ആളുകൾ എന്ത് ചെയ്യും? റിലീജിയനിൽ നിന്ന് മാറി മാറി പോയി ആളുകൾ റിലീജിയനിൽ നിന്ന് വിശ്വസിക്കാതെ പോകും. അപ്പം പഴയ എല്ലാ തിങ്കേഴ്സും പണ്ട് എപ്പോഴും പറയുന്നത്, ഈവൻ പൊളിറ്റിക്കൽ തിങ്കേഴ്സും സോഷ്യോളജിക്കൽ തിങ്കേഴ്സും ഒക്കെ പറയുന്നത് എന്താണ്? ട്രഡീഷണൽ സൊസൈറ്റിയിൽ റിലീജിയൻ സ്ട്രോങ് ആയിരിക്കും, പക്ഷെ മോഡേൺ സൊസൈറ്റിയിൽ റിലീജിയൻ എന്തായിരിക്കില്ല, ഉണ്ടാവില്ല. റിലീജിയന്റെ റെലവൻസ് എന്ത് ചെയ്യും? മോഡേൺ സൊസൈറ്റിയിൽ കുറഞ്ഞു കുറഞ്ഞ് റിലീജിയൻ ഇല്ലാതായി പോകും എന്നാണ് പറയുന്നത്. പക്ഷെ അത് ശരിയാണോ? നിങ്ങൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ശരിയാണോ? ആക്ച്വലി റിലീജിയൻ ഇപ്പോഴും എന്തുണ്ട്? സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മോഡേണിറ്റി വന്ന് സയൻസ് അഡ്വാൻസ് ചെയ്യുമ്പോൾ പൊതുവെ എല്ലാവരും സയൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? റിലീജിയന്റെ ഇൻഫ്ലുവൻസ് കുറയുന്ന പറയുന്നത്. ഇവിടെ എന്താ കാണുന്നത്? ഇന്ത്യയിലേക്ക് എന്താ കാണുന്നത്? നമ്മൾ ISROയിൽ മിസൈല് ഇതൊക്കെ സാറ്റലൈറ്റ് ഉണ്ടാക്കുന്നു, എങ്ങോട്ട് പോകുന്നു? നേരെ എല്ലാ ടെസ്റ്റിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അതുമായിട്ട് തിരുപ്പതി പോകുന്നു. തിരുപ്പതി പോയി പൂജ ചെയ്താലേ ഇത് ചൊവ്വയിലെത്തുള്ളൂ. ആ പൂജ ചെയ്തില്ലെങ്കിലോ ഇത് ഫെയിലിയർ ആയി പോകും. ഓക്കെ, ആർക്കെങ്കിലും ഇവർക്ക് വിശ്വാസം ഉണ്ട് ഇതൊന്നും ചെയ്യാതെ അത് വിടാൻ വേണ്ടിയിട്ട്? അപ്പം സയൻസ് എന്ത് ചെയ്യുന്നത്? മോഡേൺ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മോഡേൺ സൊസൈറ്റിയിൽ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം വലിയ മിസൈൽ ഉണ്ടാക്കി, ഇപ്പം പാകിസ്ഥാനെയും ഇവരെയൊക്കെ തകർക്കാൻ പറ്റുന്ന വലിയ ബാലിസ്റ്റിക് മിസൈലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഉദ്ഘാടന സമയത്ത് അതിനകത്ത് പൂവൊക്കെ ഇട്ടിട്ട് പൂജയൊക്കെ ചെയ്തിട്ട് നാരങ്ങ വെച്ച് എന്ത് ചെയ്യും? പൊട്ടിക്കും. കണ്ണു തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മിസൈൽ പോയി വീണില്ലെങ്കിലോ? അപ്പൊ കണ്ണു തട്ടായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് നാരങ്ങയും മുളകൊക്കെ കുത്തി കയറ്റിട്ട് എന്ത് ചെയ്യും? ഇതിനകത്ത് ഇട്ട് 2 നാരങ്ങയൊക്കെ വെച്ചിട്ട് മിസൈൽ അതിനകത്ത് കയറ്റി ഒന്ന് ഇറക്കും. അപ്പൊ കൃത്യം പാകിസ്ഥാനിൽ പോയി പൊട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? പാകിസ്ഥാനിൽ പൊട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. സോ ഡിസ്പൈറ്റ്സ് ഓഫ് ഓൾ സയന്റിഫിക് എവിഡൻസ് ആൻഡ് റിസർച്ച്, സ്റ്റിൽ റിലീജിയൻ എന്ത് ചെയ്യുന്നുണ്ട്? കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല,
ഇപ്പൊ മോഡേൺ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ISRO മാത്രമാണെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ നാസയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് നാസയിലും സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾ നാസയിൽ പോയി കഴിഞ്ഞാൽ 13 എന്ന് പറയുന്ന ആരുടെ നമ്പറാണ്? സാത്താന്റെ നമ്പറാണ്. നാസയിൽ എന്തില്ല? 13 എന്ന് പറയുന്ന നമ്പർ ഉള്ള സാധനമില്ല. അത് ഇന്ത്യയിലും ഇല്ല. നമുക്ക് PSLV 13 ഇല്ല. PSLV 12 ഉണ്ട്. പിന്നെ 12A ഉണ്ടാവും. PSLV 14 വരും. 13 എന്ത് ചെയ്യും? നമ്മൾ സ്കിപ്പ് ചെയ്യും. അതേപോലെ തന്നെ നാസയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. 13 എന്ന് പറയുന്ന ഒരു നമ്പർ വെച്ചുള്ള ഒന്നും സാധനം 13 എന്തായിരിക്കും? അതൊരു ബാഡ് ലക്ക് ആയിട്ടാണ് അതിനെ കാണുന്നത്. റിലീജിയസ് കോൺസെപ്റ്റ് ആണ് അവിടെ കാണുന്നത്. സി സ്ട്രെങ്ത് എന്താണ് വേരി ചെയ്യും. ഓരോ റിലീജിയനും സൊസൈറ്റിയിലും റിലീജിയൻ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിട്ട് വരും. പക്ഷെ കോമൺ ആയിട്ട് നിങ്ങൾ ഇപ്പൊ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വെസ്റ്റേൺ സൊസൈറ്റിയിലും ആഫ്റ്റർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ആഫ്റ്റർ ഫ്രഞ്ച് റവല്യൂഷൻ, യു ക്യാൻ സീ എ ഡിക്ലൈനിങ് ഓഫ് അറ്റൻഡൻസ് ഇൻ എന്തെവിടെ ചർച്ചിലുള്ള ഒരു അറ്റൻഡൻസ് കുറയുന്ന കാണാൻ പറ്റും. മാസം എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് പേര് പങ്കെടുക്കുന്നില്ല വെസ്റ്റേൺ സൊസൈറ്റിയിൽ. പക്ഷെ നൗ ഇറ്റ്സ് റിവൈസിങ്. ദർ ഇസ് എ റിവൈവലിസം. റിലീജിയൻ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും റിവേഴ്സ് ചെയ്തിട്ട് വെസ്റ്റേൺ സൊസൈറ്റിയിലെ ആളുകൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ റിലീജിയനിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു, അല്ലെ? കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിലും റിലീജിയൻ എന്ത് ചെയ്യുന്നു? റിവൈവ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് റിലീജിയൻ റിവൈവ് ചെയ്യാണ്. മോഡേൺ സൊസൈറ്റിയിൽ പക്ഷെ നമ്മുടെ ഐഡിയ എന്തായിരുന്നു? Many of the thinkers thought that in the modern society there will be completely secularism. There won't be religious influence. Scientific explanation ആയിരുന്നു ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഓഗസ്റ്റ് കോംറ്റെ റിലീജിയസ് സ്റ്റേറ്റിലെ നമ്മൾ നിന്നു സൊസൈറ്റിന്റെ ഡെവലപ്മെന്റിനെ 3 സ്റ്റേജ് ആയിട്ടല്ലേ നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ഫൈനൽ സ്റ്റേജ് എന്തായിരുന്നു? സയന്റിഫിക് സ്റ്റേജ് ആയിരുന്നു. സയന്റിഫിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓഗസ്റ്റ് കോംറ്റെ പറഞ്ഞ എന്താണ്? ഇനീഷ്യൽ സ്റ്റേജ് എന്തായിരിക്കും? തിയോളജിക്കൽ സ്റ്റേജ് ആയിരിക്കും. തിയോളജിക്കൽ സ്റ്റേജിൽ എന്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക? റിലീജിയനിലെ എക്സ്പ്ലനേഷൻ ആയിരിക്കും. എവറിത്തിങ് വിൽ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ, വിച്ച് വാസ് ട്രൂ. നമ്മൾ നോക്കുമ്പോൾ പണ്ടല്ലേ, ബിഫോർ റിനൈസൻസിന്റെ പീരീഡില് എവറിത്തിങ് ഈസ് എക്സ്പ്ലെയിൻഡ് ബേസ്ഡ് ഓൺ റിലീജിയൻ ആയിരുന്നു. പക്ഷെ പിന്നെ പുള്ളി പറഞ്ഞു എങ്ങോട്ട് പോകും? മെറ്റാഫിസിക്കൽ സ്റ്റേജിൽ പോകും. ദർ വിൽ ബി കൺഫ്യൂഷൻസ്. അബ്സ്ട്രാക്ട് ആയിട്ട് എന്ത് ചെയ്യും? എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. പക്ഷെ അത് കഴിഞ്ഞിട്ട് സൊസൈറ്റി ഏത് സ്റ്റേജിലേക്ക് എത്തും? സയന്റിഫിക് സ്റ്റേജിലേക്ക് സൊസൈറ്റി എത്തും എന്നാ പറഞ്ഞത്. പക്ഷെ നമുക്ക് അവിടെ കെട്ടിയോ? ആ സ്റ്റേജിലേക്ക് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. എവറിത്തിങ് ഈസ് എക്സ്പ്ലെയിൻഡ് ബേസ്ഡ് ഓൺ സയൻസ്. ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ അതെന്താണ്? പണ്ട് വിചാരിച്ച പോലെ അല്ല, അല്ലെ? സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നത്? ദർ ഇസ് എ ഡിഫറൻസ്. സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നത്? റിലീജിയൻ സ്റ്റിൽ ഹാസ് ആൻ ഇമ്പോർട്ടൻസ് ഇൻ ദ പ്രസന്റ് സൊസൈറ്റി. അപ്പം വാട്ട് ഈസ് റിലീജിയൻ എന്നുള്ളതും റിലീജിയൻ എങ്ങനെയാണ് സൊസൈറ്റിയിൽ പ്ലേ ഔട്ട് ചെയ്യുന്നതും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വൺ ഓഫ് ദ ലാസ്റ്റ് സ്റ്റഡിയാണ് ഡർക്കേമിനെ സംബന്ധിച്ചോളം റിലീജിയനെ പറ്റി പഠിച്ചത്. അതിന്റെ പേരാണ് എലമെന്ററി ഫോം ഓഫ് റിലീജിയൻ, ഫോം ഓഫ് റിലീജിയസ് ലൈഫ് എന്ന് പറയുന്നത്. 1912 പഠിച്ച സ്റ്റഡി, ടുവേർഡ്സ് എൻഡ് ഓഫ് ഹിസ് ലൈഫ്. ഓക്കെ, എന്ത് ചെയ്യും? നമ്മൾ പറയില്ല, വയസ്സാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറച്ച് വിശ്വാസമൊക്കെ കൂടി വരില്ല. അതുപോലെയാണ് ദർക്കേം ലാസ്റ്റ് നിമിഷം ഏകദേശം എന്താണ് ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ലൈഫ് ആകുമ്പോഴാണ് റിലീജിയനെ പറ്റി പഠിക്കുന്നത്. സോ ദാറ്റ് ഈസ് എലമെന്ററി ഫോം ഓഫ് റിലീജിയസ് ലൈഫ്. സോ ഇവിടെ ഇയാള് റിലീജിയനെ പറ്റി പഠിക്കാൻ നോക്കുമ്പോൾ ഇയാൾ പഠിച്ചത് മോഡേൺ റിലീജിയൻ സൊസൈറ്റിയിലെ റിലീജിയൻ അല്ല. ഇയാൾ എന്ത് ചെയ്തു? എലമെന്ററി ഫോം ആണ്, ഏറ്റവും പ്യൂറസ്റ്റ് പഴയ കാലത്തെ റിലീജിയനാണ് എന്ത് ചെയ്യുന്നത്. അതായത് ട്രൈബൽ സൊസൈറ്റിയിൽ എങ്ങനെയാണ് റിലീജിയൻ ഉണ്ടാവുക? കാരണം എന്താണ്? ട്രൈബൽ സൊസൈറ്റിന്റെ ഗുണം എന്തായിരിക്കും? സിമ്പിൾ ആയിരിക്കും റിലീജിയൻ. അപ്പൊ ആ ഡയറക്റ്റ് സൊസൈറ്റിയും റിലീജിയനും തമ്മിലുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണോ, ഇപ്പൊ റിലീജിയൻ കുറച്ചുകൂടി വൈഡ് ആയിട്ടുണ്ടാവും, പല ആസ്പെക്ട്സിന് റിലീജിയൻ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ട്രഡീഷണൽ സൊസൈറ്റി റിലീജിയൻ എന്തായിരിക്കും? വളരെ സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ ആയിരിക്കും. അപ്പം വളരെ ഈസി ആയിട്ട് എന്താണ് ആ റിലീജിയൻ ഇമ്പോർട്ടന്റ് ആയിട്ട്, റിലീജിയൻ എങ്ങനെയാണ് ആളുകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കും. ദെൻ ഹി ക്യാൻ ഓൾസോ കമ്പയർ. എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം റിലീജിയൻ ഒരു സോഷ്യൽ ഫാക്ടർ ഒക്കെ എടുക്കും, എന്നിട്ട് റിലീജിയനെ ക്ലാസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും? സിമ്പിൾ സൊസൈറ്റിയിലും കോംപ്ലക്സ് സൊസൈറ്റിയിലുള്ള റിലീജിയൻ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് മോഡേൺ സൊസൈറ്റിയിലെ റിലീജിയൻ എന്ന് പറയുന്നത്? എന്താണ് സിമ്പിൾ സൊസൈറ്റി റിലീജിയൻ എന്താണ്? ഇതാണ് എന്ത് ചെയ്യുന്നത് ഡർക്കേം റിലീജിയന്റെ കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. അത് നമുക്ക് നാളെ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. നാളത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യും? ഡർക്കേം തീരും കേട്ടോ. ഇതുവരെയുള്ള എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓൺലൈൻ ക്ലിയർ ആണോ? ഓൺലൈൻ ക്ലിയർ ആണ് സാർ. ഓക്കെ ഓക്കെ. ഓൺലൈൻ ആരും വർത്താനം പറയാൻ മടിയാവുന്നില്ല എല്ലാവരും. അപ്പൊ ക്ലിയർ ആണ് സാർ. ഓക്കെ ഓക്കെ, ബാക്കി നാളെ എടുക്കാം കേട്ടോ.